ദീർഘദണ്ഡ നമസ്കാരം നിർലജ്ജോ ഗുരുസന്നിധൗ ശരീരം അർത്ഥം പ്രാണം ച സദ്ഗുരുഭ്യോ നിവേദയേത്. ഓം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഏകദന്തായ വിദ്മഹേ വക്രതുണ്ഡായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്. ഓം ഗം ഗണപതയേ നമഃ. ബാലരവിദ്യുതിബിന്ദുകിരീടാം തുംഗഭുജാം നയനത്രയയുക്താം സ്മേരമുഖിം വരദാങ്കുശപാശാം ഭീതിഹരാം പ്രഭജേത് ഭുവനേശ്യോമേ. അരുണകിരണജാലേ രഞ്ജിതാസാവകാശ വിധൃതജപവടീക പുസ്തക വേദഹസ്ത അഭയവരകരാഢ്യാ പുല്ലകൽഹാര സംസ്ഥ നിവസതു ഹൃദി ബാലാ നിത്യകല്യാണശീലാമീ. ജ്വാലാകരാളമത്യുഗ്രം നശേഷാസുരസൂദനം തൃശൂലം പാതുനോ ഭീതേർ. ഭദ്രകാളി നമസ്തുതേ കാളി കാളി മഹാകാളി. ഭദ്രകാളി നമസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയാമി. നാരായണ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം. ജനന മരണഭീനനായിട്ടുള്ള ഈശ്വരൻ, പരമാത്മാവെന്നും അല്ലെങ്കിൽ അത്തരത്തിൽ പരബ്രഹ്മമെന്നും എല്ലാം തന്നെ പറയുന്ന ഈശ്വരൻ സത്യത്തിൽ ജനനമില്ല, മരണമില്ല. ന ജായതേ മ്രിയതേ വാ കഥാചിൻ നായം ഭൂത്വാ ഭവിത വാ നഭൂയ. ഇതാണല്ലോ വേദവേദാന്തങ്ങളിലൂടെ കടന്നു വരുമ്പോൾ നാം കണ്ടെത്തുന്ന ഈശ്വരൻ്റെ മഹിമ, ആത്മാവിൻ്റെ മഹിമ തന്നെ. അപ്പോൾ അത്തരത്തിലുള്ള ഈശ്വരൻ അവതരിക്കുന്നു ഓരോരോ മൂർത്തികളായിട്ട്. വരാഹമൂർത്തിയായിട്ട്, നരസിംഹമൂർത്തിയായിട്ട്. ഇനിയിപ്പോൾ അടുത്ത് തൃതീയ സ്കന്ധത്തിൽ വരാനിരിക്കുന്നത് കപിലവാസുദേവൻ്റെ അവതാരമാണ്. ഇവിടെയെല്ലാം തന്നെ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം ആമുഖമായിട്ട് നമ്മൾ ചിന്തിച്ചുറപ്പിക്കുന്നില്ല എങ്കിൽ, പലവട്ടം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് എങ്കിൽ കൂടി അത് ആവർത്തിച്ച് ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മളെല്ലാവരും തന്നെ ഈ അവതാര സ്വരൂപങ്ങളെ ആശ്രയിക്കുന്നത് അവതാരമില്ലാത്ത, അതായത് ജനനമില്ലാത്ത, അതുകൊണ്ട് മരണമില്ലാത്ത, അതാണ് അപുനർഭവം എന്ന് കുന്തി ദേവി പറഞ്ഞത്. അപ്പോൾ എല്ലാ തരത്തിലും ജനനമില്ലാത്ത, അതുകൊണ്ട് മരണമില്ലാത്ത അമൃതം എന്ന് പറയുന്ന ഒരവസ്ഥയെ ആർജിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രയത്നമാണ് ഭാഗവതത്തിൽ ഉടനീളം നമ്മൾ കാണുന്നത്. അപുനർഭവം, അത് മറന്നു പോയിരുന്ന വാക്ക് വളരെയേറെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒന്നാണ്. അപുനർഭവം. പുനരിങ്ങനെ ജനനീജന ജഠരേ അധിവാസം പനിമാമല മകളതൻ വര വെറുതെ അരുളരുതേ എന്ന് പാടി നമ്മൾ പുകഴ്ത്താറുണ്ട്. അപ്പോൾ അതേ രീതിയിലുള്ള പ്രാർത്ഥനകളിലുമെല്ലാം തന്നെ ഉൾക്കൊള്ളുന്ന ആത്മാവിൻ്റെ സ്വഭാവം, അല്ലെങ്കിൽ പരമാത്മ ചൈതന്യവുമായിട്ട് വിലയം പ്രാപിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ആ അവസ്ഥ, അതിനെയാണ് സമാധി എന്ന് പറയും. അതുതന്നെയാണ് മോക്ഷം, ജനിക്കാതിരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ അതിനെല്ലാം തന്നെ ഉപോത്ബലകമായിട്ട് നാം ഈ അവതാര സ്വരൂപങ്ങളെ കാണേണ്ടിയിരിക്കുന്നു. മുകളിൽ ഇരുന്ന, അഥവാ വൈകുണ്ഠത്തിൻ്റെ കാവൽക്കാരായിരുന്ന ജൈവജയന്മാർക്ക് അധപ്പതനം സംഭവിച്ചപ്പോൾ ജനിച്ചു എന്ന് പറയുമ്പോൾ അവർ ജനിക്കാതിരിക്കാനുള്ള വിദ്വേഷ ഭക്തിയാണ് വച്ചു പുലർത്തിയത്. ജനിക്കാതിരിക്കാൻ ഭക്തിക്ക് പകരമായിട്ടൊരു വിദ്വേഷ ഭക്തി, ഭാഗവതം പറയുന്ന വിരോധ ഭക്തി. അപ്പോൾ വിദ്വേഷഭക്തിയായാലും വിരോധഭക്തിയായാലും ആ ഭക്തി കൊണ്ട് സംജാതമാകുന്നത് നമുക്ക് ഗതി കിട്ടുന്നൊരവസ്ഥയാണ്. ഗതി കെട്ട ആ ജീവൻ ഗതി കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്ന ഭക്തിയാണ് ഇവർ പ്രകടിപ്പിച്ചത്. വിഷ്ണുവിനോട് കടുത്ത വിരോധം. അപ്പോൾ വിഷ്ണുവിൻ്റെ പാരിഷദന്മാരായിരുന്നിട്ട് കൂടി
വിഷ്ണുവിനെ വാസ്തവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞുകൂടിയ ഇവർ താഴത്തേക്ക് വന്നപ്പോൾ വിഷ്ണു വിദ്വേഷം നിമിത്തം അസുരന്മാരായി ഭവിക്കുകയും അല്ലെങ്കിൽ അത്തരത്തിൽ വിഷ്ണു വിദ്വേഷം വച്ചു പുലർത്തിക്കൊണ്ട് വിഷ്ണുവിൻ്റെ കൈ കൊണ്ട് തന്നെ മരിക്കാൻ ഇടവരുകയും ചെയ്യുന്ന അവതാര സ്വരൂപങ്ങളാണ്. എന്തിനു വേണ്ടി? അപ്പോൾ ആ ലക്ഷ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. തിരിച്ചു പോകാനാണ്. വെറുതെ തിരിച്ചു പോക്കല്ല, എവിടെ ചെന്നാൽ പിന്നെ തിരിച്ചു വരേണ്ടതില്ലയോ അത്തരത്തിലുള്ള തിരിച്ചുപോക്കാണ്. അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്. തിരിച്ചുപോക്ക്, അതിനെ സംബന്ധിച്ചുള്ളൊരു തിരിച്ചറിവ്, അതിനെ സംബന്ധിച്ചുള്ളൊരു വിവേകം, ചുരുക്കി പറഞ്ഞ നിത്യാനിത്യ വിവേകം. അപ്പോൾ സത്യമെന്ത് എന്ന് അറിഞ്ഞുകൊണ്ട് അതിൽ വിലയം പ്രാപിക്കുന്ന മോക്ഷാവസ്ഥ, അത് മാത്രമാണ് ഈ പറയുന്ന ഭാഗവതത്തിലെ പ്രതിപാദ്യ വിഷയം. നമുക്കൊന്നുകൂടി കടക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഭാഗവതം ഉദ്ഘോഷിക്കുന്നത് ശ്രീമദ് ഭാഗവതം പുരാണതിലകം യത് വൈഷ്ണവാനാം ധനം. പിന്നെ പറഞ്ഞു പഠിപ്പിക്കുന്നത് യസ്മിൻ പാരമഹംസ്യം ഏകം അമലം ജ്ഞാനം പരം ഗീയതേ. അപ്പോൾ എവിടെയാണോ വാസ്തവത്തിൽ പരമഹംസന്മാര് എന്ന് പറയുന്ന കൂട്ടർ അവർ പാടിപ്പുകഴ്ത്തിയ ജ്ഞാനം ഉടനീളം കാണുന്നത് അങ്ങനെയുള്ള ഭാഗവതം. അപ്പോൾ വൈഷ്ണവരുടെ ധനമാണ്. ശ്രേഷ്ഠമായിട്ടുള്ള ഈ പുരാണകൃതിയിൽ സർവത്ര നമ്മൾ കാണുന്നത് പരമഹംസന്മാരുടെ അവർ അനുഭവിച്ച ജ്ഞാനത്തിൻ്റെ പ്രതിപാദനം ആണ്. യസ്മിൻ പാരമഹംസ്യം ഏകമമലം ജ്ഞാനം പരം ഗീയതേ. അപ്പോൾ ഇവിടെ 2-3 കാര്യങ്ങൾ നമ്മൾ ഉറപ്പിച്ചിട്ട് ഈ കപിലവാസുദേവൻ്റെ കഥയിലേക്ക് എത്തിയില്ല എങ്കിൽ വീണ്ടും നമ്മൾ ഇങ്ങനെ പോകും. ഒരർത്ഥശൂന്യമായിട്ടുള്ളൊരു യാത്ര എന്നുള്ള മട്ടിലേക്ക് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പരമഹംസൻ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, കേട്ടിട്ടുള്ളതാണ്, പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളതാണ്. പക്ഷേ അത് ഒരു വാചക കസരത്തിന് വേണ്ടിയിട്ടുള്ളൊരു പഠനമായി കഴിഞ്ഞാൽ ഒരു ഉപയോഗമില്ല. നേരെ മറിച്ച് ഹംസം എന്ന് പറയുന്ന പദവിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഹംസൻ, അയാൾ പരമഹംസൻ ആയി തീരുന്നുള്ളൂ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, വരാഹാവതാരത്തിൽ തുടങ്ങിയ ഭാഗവതം, നിങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള ഈ സംഗതി നല്ലപോലെ മനസ്സിൽ ഇട്ട് താലോലിക്കണം. വരാഹാവതാരത്തിൽ തുടങ്ങിയ ഈ ഭാഗവതം ഏകാദശ സ്കന്ധത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ ഇതേ 18-ാമത്തെ ശ്ലോകത്തിലാണ് ഹംസാവതാരം കാണുന്നത്. അപ്പോൾ എന്താ ലക്ഷ്യം? നിങ്ങൾ വരാഹാവതാരത്തിൽ തുടങ്ങിക്കൊള്ളൂ, പക്ഷെ ഒരിക്കലും നിങ്ങൾ ഇടയ്ക്ക് നിൽക്കരുത്. ഏകാദശ സ്കന്ധത്തിൽ ഭഗവാൻ ശ്രീനാരായണൻ തന്നെ പ്രത്യക്ഷപ്പെട്ട് ഹംസരൂപത്തിൽ അവതരിച്ച് സനകാദികളുടെ സംശയ നിവൃത്തി വരുത്തി കൊടുക്കുന്ന ആ അവതാര സ്വരൂപമാണ് ശ്രേഷ്ഠം, ഹംസത്തിൻ്റെ അവതാരം. അപ്പോൾ ഇവിടെ പരമഹംസൻ എന്ന് പറഞ്ഞാൽ ഹംസസ്വരൂപനായിട്ട് മാറുമ്പോഴേ ഹംസം പരമഹംസം എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ മാത്രമേ പരമഹംസൻ ആകുന്നുള്ളൂ. ഇവിടെ നമ്മൾ കേൾക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു അവതാരം കപിലൻ്റെ ആ വാസുദേവ സ്വരൂപം സാക്ഷാൽ വിഷ്ണുവിൻ്റെ അവതാരം. അദ്ദേഹത്തെ പരമഹംസൻ ആയിട്ടാണ് നാം പഠിക്കുന്നത്. പരമഹംസൻ ഭാഗവതത്തിലെ ആദ്യത്തെ അവതാരം വരാഹാവതാരം എന്ന് പറയുന്ന പോലെ ഭാഗവതത്തിലെ ആദ്യത്തെ പരമഹംസനായിട്ട് നമുക്ക് കപിലനെ തന്നെ കാണണം. അദ്ദേഹത്തിൻ്റെ അവതാരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അദ്ദേഹം വാസ്തവത്തിൽ ജനിക്കുന്നത് എങ്ങനെയെന്ന് ഭാഗവതം തന്നെ പറയുന്നുണ്ട്. അരണിയിൽ അരണിക്കോല് അഗ്നി ജ്വലിപ്പിച്ച് അല്ലെങ്കിൽ ജനിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ആ വിറകിൻ്റെ കഷ്ണം, അതിൽ അടങ്ങിയിരിക്കുന്ന അഗ്നിക്ക് സദൃശനായി ഭഗവാൻ ഈശ്വരൻ ഇങ്ങനെ അവതരിക്കുകയാണ് കർദമ പ്രജാപതിയുടെ സന്തതിയായി ദേവഹൂതിയിലൂടെ. അപ്പോൾ അവിടെ അവതരിക്കുന്ന അദ്ദേഹം പരമഹംസൻ എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? അല്ലെങ്കിൽ പരമഹംസ പദവി അദ്ദേഹത്തിന് എങ്ങനെ കിട്ടി? ജന്മനാ സിദ്ധനും യോഗ്യനുമാണ് ഭഗവാന്റെ അവതാരം എന്നുള്ള വിശേഷണവും. അപ്പോൾ എല്ലാ തരത്തിലും ഈ ഹംസ പദവി കിട്ടാൻ കാരണം അരണിക്കൽ കോലുകൾ പോലെ, അരണിക്കോലുകൾ എന്ന് പറയുമ്പോൾ അഗ്നിയെ ജ്വലിപ്പിച്ച് അല്ലെങ്കിൽ അഗ്നിയെ ജനിപ്പിക്കാൻ ഉതകുന്ന 2 കഷ്ണങ്ങളാണ്. ഇവിടെ ദേവഹൂതി എന്നും അതുപോലെ തന്നെ കർദമ പ്രജാപതി എന്നും പറയുന്ന ഭാര്യാഭർത്താക്കന്മാർ 2 അരണിക്കോലുകൾ പോലെ അവരുടെ ദൈനംദിന ദാമ്പത്യ ജീവിതം, അവരുടെ ഗൃഹസ്ഥാശ്രമ ജീവിതം അരണിക്കോലുകൾ പോലെ ഇങ്ങനെ പ്രവർത്തിച്ചപ്പോൾ അത് കടഞ്ഞ് അതിലൂടെ ജ്വലിച്ച ഒരഗ്നി ആയിട്ടാണ് നമ്മൾ കപിലവാസുദേവനെ കാണുന്നത്. ഇതാണ് പരമഹംസ പദവി, അഗ്നി. അപ്പോൾ ശരിക്കും ജ്വലിക്കുന്ന അഗ്നി എന്ന് പറയുമ്പോൾ ജ്ഞാനത്തിൻ്റെ ശക്തമായിരിക്കുന്നൊരു ഭാവം, അതിൻ്റെ പ്രഭാവവും നിസ്സാരമല്ല. അങ്ങനെ അരണിക്കോലുകൾ കടഞ്ഞെടുക്കുമ്പോൾ കിട്ടുന്ന അഗ്നിക്ക് സദൃശമായി
ദേവഹൂതി കർദമ ദമ്പതിമാർക്ക് ജനിക്കുന്നു ഭഗവാൻ എന്ന്. ഇവിടെ കുറേ കാര്യങ്ങൾ കൂടി നമ്മൾ ഉപോത്ബലകമായിട്ട് അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഇട്ടിട്ട് വേണം മുന്നോട്ട് പോകാൻ. കപിലവാസുദേവന്റെ കഥ മനുകർദമ സംവാദ പര്യന്തം പര്യവസാനിക്കുന്ന സപ്താഹവേദിയിലെ ആദ്യത്തെ ദിവസത്തെ പാരായണ ഭാഗങ്ങൾ മനുകർദമ സംവാദ പര്യന്തം. അത് കഴിഞ്ഞാൽ പിന്നെയാണ് നമ്മൾ ഈ കർദമ പ്രജാപതിയുടെ സന്തതിയായി ജനിക്കുന്ന ഭഗവത് സ്വരൂപത്തെ കപിലവാസുദേവനെ കാണുന്നത്. ആദ്യത്തെ ദിവസം തൃതീയ സ്കന്ധത്തിലെ 22-ാമത്തെ അധ്യായം വരേക്ക് എന്നാണ് വിധി. മനുവും കർദമ പ്രജാപതിയും തമ്മിലുള്ള സംവാദത്തിലാണ് വന്നു നിൽക്കുന്നത്. അതിനു മുമ്പേ തന്നെ വരാഹാവതാരം, വരാഹമായിട്ട് ഭഗവാൻ അവതരിക്കാൻ ഇടവന്ന കഥ, ജയവിജയന്മാരുടെ അധപ്പതനം, ഇതെല്ലാം തന്നെ സവിസ്തരം ഈ വിതരമൈത്രേയ സംവാദ രൂപത്തിൽ ഭാഗവത്തിൽ കണ്ടു. എന്നിട്ട് 22-ാമത്തെ സ്കന്ധത്തിൽ വന്നപ്പോഴാണ് മനു കർദമ പ്രജാപതിയുമായിട്ട് കണ്ടുമുട്ടി സംസാരിക്കാൻ. ആ സംവാദത്തിൻ്റെ രീതിയിലാണ് ആദ്യത്തെ ദിവസം അവസാനിക്കുന്നത്. ആദ്യത്തെ ദിവസത്തെ നമ്മൾ പറഞ്ഞ ശുഭേച്ഛ എന്നാണ്. ഒരിക്കൽ കൂടി മനസ്സിലേക്ക് കൊണ്ടുവരൂ. ഈ ശുഭേച്ഛ എന്ന് പറയുന്നത് 7 സോപാനങ്ങളിൽ ആദ്യത്തെ സോപാനം. ആ സോപാനത്തിൻ്റെ പ്രത്യേകത കഴിഞ്ഞ ദിവസം നമ്മളിങ്ങനെ പറഞ്ഞു. ദുശ്ശങ്ക നിവർത്തിച്ച് ബ്രഹ്മജ്ഞാനം ലഭിപ്പാൻ ആശിച്ചിടുന്നതിനെ ചൊല്ലും ശുഭേച്ഛ എന്നായി. നമ്മുടെ ലക്ഷ്യമെല്ലാം തന്നെ ബ്രഹ്മജ്ഞാനം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ഈശ്വരനാര് അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഭാഗവതത്തിൽ ഞാൻ തന്നെയാണ് ബ്രഹ്മം എന്ന് പറഞ്ഞ് ഉറപ്പിക്കുന്നതിന് ബ്രഹ്മത്തെ വ്യക്തമായിട്ട് അറിയാൻ, നല്ല സാക്ഷാത്കാരത്തിന്റെ പദവി അലങ്കരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്ര ആദ്യത്തെ ദിവസം തുടങ്ങുക. ദുശ്ശങ്ക നിവർത്തിച്ച് ബ്രഹ്മജ്ഞാനം ലഭിക്കാൻ ആശിച്ചിടുന്നതിനെയാണ് ശുഭേച്ഛ എന്ന് പറഞ്ഞത്. ഏതായാലും കപിലാവതാരം വരുമ്പോഴേക്ക് 2-ാമത്തെ ദിവസമായി. 2-ാമത്തെ ദിവസം രാവിലെ തന്നെ നമ്മൾ കപിലന്റെ അവതാരം വഹിക്കും. അത് കഴിഞ്ഞ് ദേവഹൂതിക്ക് കർദമ പ്രജാപതിക്ക് ഉപദേശം കൊടുത്തതിന് ശേഷം ദേവഹൂതിക്ക് ഉപദേശം കൊടുത്ത് സാക്ഷാൽ ജഗതീശ്വരൻ ആ ദേവഹൂതിക്ക് മോക്ഷപ്രാപ്തിക്കുള്ള അർഹത മുഴുവൻ നേടിക്കൊടുക്കുകയാണ്. ജ്ഞാനപ്രതിപാദനമാണ്. അപ്പൊ 2-ാമത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? വിചാരണ എന്നാണ് പറയുക. ശുഭേച്ഛ, വിചാരണ, തനുമാനസ, സത്വാപത്തി, അസംസക്രി, പദാർത്ഥാഭാവിനി. അത് കഴിഞ്ഞാൽ 7-ാമത്തെ തുരീയ. അപ്പൊ ഇത്തരത്തിൽ 7 പദവികൾ, 7 പടവുകൾ, 7 സോപാനങ്ങൾ. അതിൽ 2-ാമത്തെ ദിവസം കപിലവാസുദേവനെ അവതരിപ്പിക്കുന്ന ആ രംഗം കടന്നു വരുന്നത് വിചാരണ എന്ന് പറയുന്ന രംഗത്താണ്. 2-ാമത്തെ സോപാനം. അതിനെപ്പറ്റി നിർവചിച്ചിരിക്കുന്നു നോക്കൂ. സാധുക്കൾ ചൊല്ലും ആത്മജ്ഞാനാദി ശാസ്ത്രാദിയെല്ലാം വേദിക്കാൻ ശ്രവിച്ചുകൊള്ളുന്നത് വിചാരണ. നല്ല രീതിയിലാണ് അതിൻ്റെ ഡെഫിനിഷൻ. സാധുക്കൾ ചൊല്ലും ആത്മജ്ഞാനാദി ശാസ്ത്രാദിയെല്ലാം. ഈ ആത്മാവിനെ പറ്റി വിശദമായി അറിവ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശാസ്ത്രങ്ങളെല്ലാം തന്നെ സാധുക്കൾ പറഞ്ഞിട്ടുള്ളത്. സാധു എന്ന് പറയുന്നത് സാധിച്ചവരാണ്. സന്യാസി ശ്രേഷ്ഠന്മാർ, ഋഷിവൈദ്യന്മാർ. അപ്പോൾ നമ്മുടെ പുരാണപ്രസിദ്ധരായിട്ടുള്ള തപസ് ആചരിച്ചുകൊണ്ട് കാര്യങ്ങൾ നേടിയിട്ടുള്ളവർ, സാധിച്ചവർ. അപ്പോൾ എന്താണ് നേടേണ്ടത്? ആ നേട്ടങ്ങളെല്ലാം തന്നെ കൈവരിച്ച സാധനയിലൂടെ സാധ്യമായിട്ടുള്ള സംഗതികൾ സാധിച്ചെടുത്തവരെയാണ് സാധു എന്ന് പറയുക. സാധുക്കളിലും ആത്മജ്ഞാന ശാസ്ത്രാദിയെല്ലാം വേദിക്കാൻ. മുൻപ് നമ്മുടെ മുൻഗാമികളായിട്ടുണ്ടായിരുന്ന പൗരാണികാചാര്യന്മാരും വൈദികരും വേദവിത്തുക്കളും ബ്രഹ്മവിത്തുക്കളുമായിട്ടുള്ള അനവധി ആ സുകൃതികളെല്ലാം തന്നെ പറഞ്ഞു തന്നിട്ടുള്ള ശാസ്ത്രാദികളെല്ലാം തന്നെ അറിയാൻ, അത് മനസ്സിലാക്കാൻ വേണ്ടി കുത്തിയിരുന്നു കൊണ്ട് ശ്രദ്ധിച്ച് ശ്രവിച്ചു കൊള്ളുന്നത്, കേൾക്കുന്നത് വിചാരണ. അപ്പോൾ അവിടെ ശ്രവണം എന്ന് പറയുന്നത് ഛൃണ്ണൻ പ്രപഠൻ വിചാരണപരോ എന്ന് പറയുന്ന ഭാഗവത ഭാഷയിൽ തന്നെ വെറും മെക്കാനിക്കൽ യാന്ത്രികമായിട്ടുള്ള ശ്രവണമല്ല. ശ്രവണമനന നിധിധ്യാസനം എന്ന വേദാന്തികൾ പറയുന്ന രീതിയിൽ തന്നെ ശക്തമായിട്ടുള്ളൊരു ശ്രവണം, അത് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലത്തക്ക, കടത്തി വിടുന്ന രീതിയിലുള്ളൊരു ശ്രവണം. ആ ശ്രവണത്തിലൂടെ മനനം ചെയ്ത് അത് അരക്കിട്ടുറപ്പിക്കാനുള്ള ഒരു പ്രത്യേക രീതി ആ ശ്രവണം എന്ന് പറയുന്ന ആദ്യത്തെ പടിക്കുണ്ട്. ഇവിടെയും 2-ാമത്തെ ദിവസം വിചാരണ എന്ന് പറയുന്ന പദവി ആ സോപാനത്തിൽ ഇരുന്നു കൊണ്ട് പൂർവികരായിട്ടുള്ളവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ശാസ്ത്രാദികൾ. എന്തിനുള്ള ശാസ്ത്രം? ബ്രഹ്മജ്ഞാനം ലഭിക്കാൻ, ഈശ്വരനെ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ബ്രഹ്മം എന്ന് പറയുന്നത് എന്ത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശാസ്ത്രാദികളെല്ലാം തന്നെ സശ്രദ്ധം
ശ്രവിക്കാനുള്ള വേദിയാണ് രണ്ടാമത്തെ ദിവസത്തെ വിചാരണം. ആ വേദിയിലാണ് ആദ്യം തന്നെ കടന്നു വരുന്നു പരമംശനായിട്ടുള്ള സഖാൽ കപിലവാസുദേവൻ. അദ്ദേഹത്തിൻ്റെ ജന്മത്തിൻ്റെ ചില പ്രത്യേകതകൾ മാത്രം നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ജനിക്കുന്നത് 10ാമത്തെ കുട്ടിയായിട്ടാണ്. 10ാമത്തെ കുട്ടിയായിട്ട് ജനിക്കുന്നതിന് മുൻപ് 9 കുട്ടികൾ, 9ഉം പെൺകുട്ടികളാണ്. സ്ത്രീ എന്ന ഉള്ള ശബ്ദം തന്നെ നമ്മൾ ഭാഗവതത്തിൽ കാണുന്നത് പ്രകൃതി, ഏതൊരു പുരാണം എടുത്താലും പ്രകൃതിയെ ആണ് സ്ത്രീ ശബ്ദം കൊണ്ട് വിവക്ഷിക്കുന്നത്. പ്രകൃതി എന്ന് പറയുന്ന മായ, അവിദ്യയാകട്ടെ വിദ്യയാകട്ടെ, ആ മായ എന്ന് പറയുന്ന ഭഗവതി, ആ സ്ത്രീ ശബ്ദം കൊണ്ട് ഭഗവതിയെയും, അതുപോലെ സ്ത്രീ ഭാവം ഭക്തിയുടെ ഭാവമാണ്. മഹാത്മ്യത്തിൽ നമ്മൾ കണ്ടത് അത്തരത്തിലാണല്ലോ. അപ്പോൾ ഈ എല്ലാ തരത്തിലും ഭക്തി എന്ന് പറയുന്ന സ്ത്രീ അത് വാസ്തവത്തിൽ 9 പെൺകുട്ടികളായിട്ട് ആദ്യം ജനിക്കുന്നു കർദമ പ്രജാപതിയുടെ സന്തതികളായി ദേവഹൂതിയിലൂടെ. അങ്ങനെ ജനിച്ച 9 പേരും ശ്രവണം, കീർത്തനം, വിഷ്ണുസ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്ന് പറയുന്ന 9 ശ്രേണികളാണ്. ഇത് കേൾക്കാനിരിക്കുന്നത് പ്രഹ്ലാദന്റെ മുഖത്ത് നിന്നാണ്. പക്ഷെ അതിനു മുമ്പേ തന്നെ നമ്മൾ പ്രാവർത്തിക തലത്തിൽ കാണുന്നു, ആദ്യം തന്നെ ഈ അവതാര സ്വരൂപമായിരിക്കുന്ന കപിലവാസുദേവൻ പ്രത്യക്ഷപ്പെടാതെ, ജനിച്ചു പോരാതെ അതിൻ്റെ മുന്നോടിയായിട്ട് 9 പെൺകുട്ടികൾ ഇങ്ങനെ പോരുകയാണ്. ആദ്യത്തെ സന്തതികൾ 9ഉം പെൺകുട്ടികളാണ്. അവർ ഭക്തിയുടെ നവധാ ഭാവങ്ങളാണ്. അല്ലെങ്കിൽ ഭക്തിയുടെ ഓരോ പടികളും ഓരോ സ്ത്രീരത്നങ്ങളായിട്ട് ഇങ്ങനെ ജനിച്ച് പടിപടിയായിട്ട് ശ്രവണം കേട്ട്, കീർത്തിച്ച്, ശ്രവണം കീർത്തനം സ്മരിച്ച്, അങ്ങനെ കേട്ട് അതെല്ലാം തന്നെ കീർത്തിച്ച്, അത് വാസ്തവത്തിൽ സ്മരിച്ച്, ശ്രവണം കീർത്തനം വിഷ്ണുസ്മരണം, ആ വിഷ്ണുവിൻ്റെ പാദസേവനം അനുഷ്ഠിച്ച്, ആ ഈശ്വരൻ്റെ ഒരു മൂർത്തിഭാവത്തിൽ കണ്ട് അദ്ദേഹത്തിൻ്റെ പാതാരവിന്ദങ്ങളെല്ലാം തന്നെ പൂജിച്ചർച്ചിച്ച്, ശ്രവണം കീർത്തനം വിഷ്ണുസ്മരണം പാദസേവന അർച്ചനം വന്ദിച്ച്, ദാസ്യം, അല്ലയോ ഭഗവാനെ നിന്റെ ദാസനാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട്, അന്യതാ ശരണം നാസ്തി എന്നുള്ള മട്ടിൽ യജമാന സ്വരൂപത്തിലുള്ള ഈശ്വരന്റെ ദാസനാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ദാസഭാവം സ്വീകരിച്ചുകൊണ്ട് ഭക്തൻ മാറുന്ന രംഗം. ശ്രവണം കീർത്തനം വിഷ്ണുസ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം, അതേഴ് കൂട്ടുകാരായി കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുക. എത്രമാത്രം അടുത്തു എന്ന് നോക്കൂ. അങ്ങനെ ഈശ്വരനുമായിട്ട് സാമീപ്യം, സായുജ്യ പദവി അലങ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള കെട്ടിപ്പിടുത്തം, ആശ്ലേഷിച്ച് കേൾക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നതാണ് സഖി എന്ന് പറയുന്ന ഭാവത്തിലേക്ക്. അങ്ങനെ എത്തിയിട്ടാണ് ആത്മസമർപ്പണം, നീയും ഞാനും തമ്മിൽ വ്യത്യാസമില്ലാത്ത രീതിയിലേക്ക് ഇഴുകിച്ചേരുന്ന ആത്മസമർപ്പണം. ഈ 9ഉം ഭക്തിയുടെ 9 പടികളാണ്. അപ്പൊ ഇത്തരത്തിൽ 9 പടികൾ താണ്ടിയിട്ട് 10ാമത് ആരെ കിട്ടും? നമുക്ക് യാതൊരു തർക്കവുമില്ലാതെ തന്നെ പറയാൻ പറ്റും, ഈശ്വരനെ. അപ്പൊ ഈശ്വരനെ കിട്ടാനുള്ള ഉപാധിയായിട്ടുള്ള ഭക്തിയുടെ 9 തട്ടുകൾ 9 സ്ത്രീരത്നങ്ങളായി വിശേഷിപ്പിച്ച്, അത് ശ്രവണാദികൾ, ഈ നവധാ ഭക്തിമാർഗങ്ങൾ അത് അവലംബിച്ചുകൊണ്ട് ഒടുവിൽ ആത്മസമർപ്പണം സാധിച്ചപ്പോൾ ഈശ്വരനെ കിട്ടി എന്നുള്ളതാണ് ഈ കഥാഗോളത്തിലെ ഈ അവതാരത്തിന്റെ മഹിമ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന ഒരു സംഗതി, ഈശ്വരനെ നമുക്ക് ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ശ്രവണാദി ആ നവധാ ഭക്തിമാർഗത്തെ അവലംബിച്ചുകൊണ്ട് ആ 9 പടികൾ താണ്ടിയാൽ 10ാമത്തെ അവതാര സ്വരൂപമായിട്ട് ഈശ്വരനെ കിട്ടും, യാതൊരു സംശയവും വേണ്ട. അപ്പൊ എല്ലാ തരത്തിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കഥാഗോളം വിചാരണ എന്ന് പറയുന്ന 2ാമത്തെ ദിവസം കുത്തിയിരുന്നുകൊണ്ട് ശാസ്ത്രാദികൾ അഭ്യസിപ്പിക്കുന്ന ഒരു ഭക്തന്റെ അല്ലെങ്കിൽ ഒരു ജിജ്ഞാസുവിൻ്റെ അയാളുടെ പടികൾ കടന്നു കയറ്റമാണ്. പതുക്കെ പതുക്കെ പടികളെല്ലാം തന്നെ കയറിയിട്ട് ഒടുവിൽ സാക്ഷാൽ ജഗദീശ്വരനെ പ്രത്യക്ഷപ്പെടുത്തുകയാണ്. ആരാണ് പ്രത്യക്ഷപ്പെടുത്തിയത്? കർദമൻ. അവിടെയും തൻ്റെ ഭർത്താവായിരിക്കുന്ന അല്ലെങ്കിൽ കർദമൻ എന്ന് പറയുന്ന പ്രജാപതി സാധാരണ ഒരു വ്യക്തിയല്ല എന്ന് പേരുകൊണ്ട് തന്നെ കാണാം, കർദമനാണ്. എത്രമാത്രം ദമം ശീലിച്ചിട്ടുണ്ട് എന്ന് പറയാൻ നിവർത്തിയില്ല. അത്രമാത്രം ശാരീരികവും മാനസികവും ബൗദ്ധികവുമായിട്ടുള്ള സകലതിനെ നിയന്ത്രിച്ച് തൻ്റെ ചൊൽപ്പടിക്ക് നിർത്തിയിരിക്കുന്ന ഒരു മഹാനുഭാവനാണ് കർദമൻ. ഭർത്താവ് അത്തരത്തിലാണ്. അപ്പൊ ഈ ഭർത്താവ് കർദമനായിരിക്കെ ഭാര്യ എങ്ങനെയായിരിക്കണം? ദേവഹൂതിയാണ്. ദേവഹൂതി എന്ന് പറയുമ്പോൾ സകലതും ഈശ്വരനെ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നവൾ. ഭാര്യ എന്ന് പറയുന്ന ബുദ്ധിയാണ് എന്നുകൂടി ഭാഗവതം ഘോഷിക്കുകയാണ്. അപ്പോൾ ജീവൻ എന്ന് പറയുന്ന കർദമൻ ഭർത്താവ്, ജീവൻ
ആ ജീവൻ ദമ ശമ ശീലങ്ങൾ ഉള്ള ഒരു ഈശ്വരഭാവം, ഒരു പ്രത്യേക ഭാവം. അത്തരത്തിലുള്ള ഭാവമാണ് ഈ ജീവൻ. ഈശ്വരൻ തന്നെയാണ്. പക്ഷെ അതിൻ്റെ പൂർണ്ണത, അതിൻ്റെതായിട്ടുള്ള പൂർണ്ണ സാക്ഷാത്കാരത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിയുടെ, ഭാര്യയുടെ സഹായവും കൂടി വേണം. ആ ബുദ്ധിയാണെങ്കിൽ ദേവഹൂതി. ആർക്ക് തോന്നും ഇത്തരത്തിലുള്ളൊരു ചിന്ത? തൻ്റെ സകലത സമർപ്പിക്കുക എന്ന് പറയുന്നത്, മുഴുവൻ ഈശ്വരങ്ങൾ സമർപ്പിക്കുക എന്നത്, ആഹൂതി ചെയ്യുക എന്നുള്ളത്, എനിക്ക് പ്രത്യേകിച്ച് അതൊന്നും വേണ്ട എന്നുള്ള മട്ടിൽ സർവ്വതും ഈ പ്രാപഞ്ചികത എല്ലാം തന്നെ ത്യജിച്ചുകൊണ്ട് സകലതും ഇങ്ങനെ ഈശ്വരങ്ങൾ സമർപ്പിക്കുന്ന ആ ആഹൂതി എന്ന രീതിയിലേക്കുള്ള ബുദ്ധി, ഭാര്യയായിട്ട് ദേവഹൂതിയായിട്ട്. അപ്പൊ ദേവഹൂതിയുടെ ഭാവവും കർദമ പ്രജാപതിയുടെ ഭാവവും ഒരേ ശരീരത്തിൽ തന്നെയുള്ള ശമതമങ്ങൾ ശീലിച്ച ജീവന്റെ പ്രത്യേകതയും അതുപോലെ ബുദ്ധിയുമാണെന്ന് ചിന്തിക്കണം. കേട്ടുകൊണ്ടിരിക്കുന്ന ഭാഗവത ഭക്തന്മാര് അവർ ദേവഹൂതിയെയും അതുപോലെ കർദമ പ്രജാപതിയെയും വേറെ വേറെ കാണാതെ, എന്നിൽ തന്നെയാണ് ഈ പറയുന്ന കർദമ പ്രജാപതി, ഞാനാണ് ഈ കർദമ പ്രജാപതി, ഞാൻ എന്ന് പറയുന്ന ജീവനാണ് ഈ കർദമ പ്രജാപതി, ശരീരത്തിൽ അന്തർഗതമായിട്ട് ജീവിത ആയോധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ജീവൻ എന്ന് പറയുന്ന ഞാനാണ് ഈ കർദമ പ്രജാപതി, ആ കർദമ പ്രജാപതിയുടെ, ഞാനെന്ന് പറയുന്ന ജീവന്റെ ബുദ്ധി എന്ന് പറയുന്ന ആ ഭാവം മാത്രമാണ് ദേവഹൂതി എന്ന് പറയുന്നത് പത്നി. ആ ബുദ്ധിയുടെ സവിശേഷമായിരിക്കുന്ന സ്വഭാവം കൊണ്ട് ഈശ്വരോന്മുഖമായിട്ടുള്ള മനസ്സും ഈശ്വരാർപ്പണ ബുദ്ധിയും ആയതുകൊണ്ട് അതിൽ വാസ്തവത്തിൽ നമുക്ക് ഈശ്വരാവതാരം സാധിക്കുന്നു എന്ന്. എത്ര ഉത്കൃഷ്ടമായിട്ടുള്ള പ്രതീകങ്ങളാണ് ഈ കർദമനായാലും ദേവഹൂതിയായാലും ചിന്തിച്ചു നോക്കൂ. കർദമനായാലും ദേവഹൂതിയായാലും വളരെ ഉദാത്തമായിട്ടുള്ള പ്രതീകങ്ങളാണ്. അതിലൂടെയാണ് ഈ പറയുന്ന കപില വാസുദേവന്റെ അവതാരം. അപ്പോൾ രണ്ടാമത്തെ ദിവസത്തെ ശുഭേച്ഛ എന്ന് പറയുന്ന രീതി, അവിടെ നമ്മൾ പൂർവികർ സമ്പാദിച്ചു വച്ചിരിക്കുന്ന ശാസ്ത്രാദികളെല്ലാം തന്നെ അഭ്യസിക്കുന്ന, അതെല്ലാം തന്നെ ശ്രവിക്കുന്ന, ശ്രദ്ധയോടുകൂടി കേട്ട് പഠിക്കുന്ന, ആ രണ്ടാമത്തെ ദിവസം നമ്മൾ കണ്ടുമുട്ടുന്ന ദേവഹൂതി എന്ന് പറയുന്ന സ്വയംഭുവനുവിന്റെ പെൺമക്കളിലൊരുത്തി, ആ പെൺമക്കളിലൊരുത്തി വേൾക്കുന്നത് കർദമൻ എന്ന് പറയുന്ന പ്രജാപതിയെ. ചിന്തിച്ചു നോക്കൂ. കർദമൻ എന്ന് പറയുന്നത് വന്യവയോധികനാണ്. എത്രമാത്രം പ്രായമുണ്ട് എന്ന് പറയാൻ നിവൃത്തിയില്ലാത്തത്ര, വളരെയേറെ പ്രായം ചെന്ന അധികരിച്ച ഒരു വയസ്സൻ എന്ന് പറയാം. ഈ മനു എന്ന് പറയുന്ന സ്വയംഭൂ മനു, ബ്രഹ്മദേവന്റെ വലംഭാഗത്ത് നിന്ന് സ്വയം ജനിച്ച മനുഷ്യന്റെ പൂർവികനായിരിക്കുന്ന സ്വയംഭൂ മനു തൻ്റെ മകളെ വേളി കഴിച്ചു കൊടുക്കാൻ ആഗ്രഹിച്ചത് കർദമനാണ് എന്ന് പറയുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യവും കൂടി ചിന്തിക്കണം. ഏതെങ്കിലും ഒരു യൗവനയുക്തയായിരിക്കുന്ന തരുണീരത്നത്തിന്റെ അച്ഛൻ ഇത്തരത്തിൽ ചിന്തിക്കുമോ? ഇന്നത്തെ കാലഘട്ടത്തിലായാലും ഏതൊരു കാലഘട്ടത്തിലായാലും തൻ്റെ മകൾ സുന്ദരിയാണ്, സ്വരൂപയാണ്, അങ്ങനെയുള്ള മകൾക്ക് ഒരു വയസ്സൻ ഭർത്താവായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന സ്വയംഭൂമനുവിന്റെ ചിന്ത ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ അതിനെ വികലം എന്ന് പറയും, പക്ഷെ അല്ല. അവിടെ വാസ്തവത്തിൽ സകലവും സകലതും അവിടെ ഉൾക്കൊണ്ടിട്ടുണ്ട്. എന്താ കാര്യം? തൻ്റെ മകൾ കന്യാദാനം ചെയ്യാൻ താൻ ആഗ്രഹിക്കുന്ന തൻ്റെ മകൾക്ക് കൈപിടിക്കാൻ അല്ലെങ്കിൽ ആരുടെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന് സ്വയംഭൂമനുവിന് സ്വന്തമായിട്ട് ദൃഢമായിട്ടുള്ളൊരു നിശ്ചയമുണ്ട്. അയാൾ യോഗ്യനായിരിക്കണം. അപ്പോൾ ഇന്നത്തെ ചിന്താഗതിയും ഇതും തമ്മിലൊന്ന് താരതമ്യപ്പെടുത്തി നോക്കൂ. ഭർത്താവ് ആരായിരിക്കണം? യോഗ്യനായിരിക്കണം. യോഗ്യൻ എന്ന് പറയുമ്പോൾ യോഗമുള്ളവൻ, യോഗമുള്ളവൻ എന്ന് പറയുമ്പോൾ യോഗയുള്ളവൻ, യോഗയുള്ളവൻ എന്ന് പറയുമ്പോൾ ഈശ്വരനായിട്ട് താതാത്മ്യം പ്രാപിച്ചവൻ. ശമതമശീലത്തിലൂടെയല്ലാതെ യമനിയമാദികളിലൂടെയല്ലാതെ അത്തരത്തിൽ അങ്ങേറ്റത്തിന് നിയന്ത്രണം സാധിക്കാതെ പ്രകൃതിയെ അതിജീവിക്കാതെ എങ്ങനെ ഈശ്വരലാഭം ഉണ്ടാവും? അപ്പോൾ ഇവിടെ കർദമ പ്രജാപതി എന്ന് പറയുന്ന തൻ്റെ മകൾക്ക് ഭർത്താവായിട്ട് വരേണ്ട വ്യക്തിത്വം വളരെ ശ്രേഷ്ഠനാണ്, യോഗ്യനാണ്. എന്തുകൊണ്ടും യോഗ്യനാണ് എന്ന് പറയാൻ കാരണം തൻ്റെ മകളെന്ന് പറയുന്ന ബുദ്ധിയായിട്ട് ഇദ്ദേഹത്തിൽ വർത്തിക്കേണ്ട, ഭാര്യാപദം അലങ്കരിക്കേണ്ട ദേവഹൂതിക്ക് അനുയോജ്യനായിട്ടുള്ള വരൻ ഈ വന്ധ്യവയോധികൻ തന്നെ, ഈ കർദമ പ്രജാപതി തന്നെ ഉറപ്പിച്ചിട്ടാണ് അദ്ദേഹവുമായിട്ട് സംവദിക്കാൻ തൃതീയ സ്കന്ധത്തിലെ 22-ാമത്തെ അധ്യായത്തിൽ മനു പോകുന്നത്. സ്വയംഭൂമനു, സ്വയംഭൂമനുവിന്റെ സന്തതികൾ എല്ലാവരും തന്നെ ഇങ്ങനെ പ്രത്യേകതയുള്ളവരാണ്. ആകൂതിയായാലും പ്രസൂതിയായാലും. 3 പെൺമക്കളുടെ കഥയെടുത്താൽ പ്രസൂതിയെ വിവാഹം കഴിക്കുന്നത് അല്ലെങ്കിൽ വിവാഹം കഴിച്ചു കൊടുക്കുന്നത് ദക്ഷപ്രജാപതിക്കാണ്. രുചിപ്രജാപതിക്ക് ആകൂതിയെ വിവാഹം കഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം ശ്രേഷ്ഠന്മാരായിട്ടുള്ള പ്രജാപതിമാർക്കാണ്.
അവരിലൂടെ സന്തതിജാലങ്ങൾ ഇങ്ങനെ വളർന്നു വരണം, അല്ലെങ്കിൽ ജനിച്ചു വീഴണം. പ്രകൃതിയെ മുഴുവൻ ഇവരുടെ പരമ്പര ഉണ്ടാകണമെന്ന് കരുതിയിട്ടാണ് മനു എന്ന് പറയുന്ന മനുഷ്യന്റെ പൂർവികൻ തൻ്റെ 3 പെൺമക്കൾക്ക് അനുയോജ്യരായിട്ടുള്ള വരന്മാരെ കണ്ടുപിടിച്ചത്. അത് പെൺകുട്ടികളുടെ കഥ. ഇതേ രീതിയിൽ തന്നെ ആണുങ്ങളുടെ അല്ലെങ്കിൽ ആൺമക്കളുടെ കഥ എടുത്താൽ ഉത്താനപാദന്റെ കഥ ഇത് അടുത്ത് തന്നെ വരാനിരിക്കുന്നു. സാധാരണ മനുഷ്യൻ, അതായത് ഈ ശ്രേഷ്ഠമതികളായിട്ടുള്ള സ്വയംഭുവനുവിന് ശതരൂപയ്ക്കും ജനിച്ച ആൺമക്കളിൽ ഒരാളുടെ പേര് ഉത്താനപാദൻ എന്നിട്ടിട്ട് പ്രതീകാത്മകമായിട്ടുള്ള പേരുകൊണ്ട് വളരെയേറെ അർത്ഥവത്തായിട്ടുള്ളൊരു സംഗതി നമ്മളെ പഠിപ്പിക്കുകയാണ്. ഉത്താനപാദന്മാരാണ് നമ്മളെല്ലാം. തലകിഴക്കണം തൂക്കുകാരാണ് എന്ന്, തല നേരെ നിൽക്കാത്തവരാണ് എന്ന് പറഞ്ഞാൽ പ്രകൃതിയോട് ആകൃഷ്ടരാണ്. അതിന് വിരുദ്ധമായിട്ട് ഈശ്വരന് വാസ്തവത്തിൽ നേരെ നമ്മൾ പോകാൻ മടിക്കുന്നവരുമാണ്. ഈശ്വരോന്മുഖരല്ല. അങ്ങനെ ഈശ്വരോന്മുഖരാകാതെ പ്രകൃതിക്ക് വശംവതരായിട്ട് തലകിഴക്കണം തൂക്കായിട്ടുള്ള ഒരു വ്യക്തിക്കാണ് ഉത്താനപാദൻ എന്ന് പേരിട്ടത്. ഇവിടെ ഒന്നുകൂടി നമ്മൾ ചിന്തിച്ചുറപ്പിക്കണം. നമ്മൾ ജനിച്ചു വീഴുന്ന രീതി മാത്രമല്ല, നമ്മൾ ജനിച്ചു വീഴുന്നത് തലകിഴക്കണം തൂക്കായിട്ട് അത് മാത്രമല്ല, നമ്മൾ ശരീരാന്തർഗതമായിട്ട് സവിശേഷമായിരിക്കുന്ന ത്രിനാഡികളിൽ അനേകായിരം നാഡികളുള്ള കൂട്ടത്തിൽ ത്രിനാഡികൾ എന്ന് പറയുമ്പോൾ സുഷുമ്നയും ഇടയും പിങ്കളയും, ആ ത്രിനാഡികളിൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന മധ്യനാഡി സുഷുമ്ന എന്ന് പറയുന്ന ആ നാഡി, അതിൻ്റെ പര്യവസാന വേളയിൽ ചെന്ന് കിടക്കുന്ന കുണ്ടലിനി എന്ന് പറയുന്ന സർപ്പത്തെ നമ്മൾ കാണുന്ന തലകിഴക്കണം തൂക്കായിട്ടാണ്. അതിലാണ് ജീവൻ എന്ന് ഭാഗവതം ഉദ്ഘോഷിക്കുകയാണ്. ശരീരം കൊണ്ട് കിടക്കുന്ന നമ്മൾ എല്ലാവരുടെയും ഉള്ളിൽ കഴിഞ്ഞുകൂടുന്ന ജീവൻ ഇപ്രകാരം തലകിഴക്കണം തൂക്കായിട്ടുള്ള പാമ്പിന്റെ നടുവിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. തലകിഴക്കണം തൂക്ക് തന്നെ. അതിനെ 3 ചുറ്റായിട്ട് പറയുമ്പോൾ 3 ചുറ്റ് അകാരോകാര മകാരങ്ങളും തല താഴത്തേക്കും വാല് മുകളിലേക്കുമായിട്ട് വരുമ്പോൾ അത് രണ്ടും കൂടി ഒരു അരയും, അങ്ങനെ 3 ചുറ്റ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് യോഗീശ്വരന്മാര് നല്ലൊരു ചിത്രീകരണവും നടത്തി. വിദ്യയാണത്. അപ്പോൾ വളരെ അപാരമായിരിക്കുന്ന വിദ്യയിൽ പ്രകൃതി എന്ന് പറയുന്ന മഹാമായയെ ഒരു സർപ്പാകൃതിയെല്ലാം തന്നെ കൊടുത്ത് 3 ചുറ്റാക്കി ചിത്രീകരിച്ച് അകാരോകാരമകാരങ്ങളും നാദവും ബിന്ദുവുമായിട്ടുള്ള അത്തരത്തിൽ ആ 5 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന 3 ചുറ്റായിട്ട് അതിനെ താഴ്ത്തു കൊണ്ടുവന്നിട്ട് തലകിഴക്കണം തൂക്കായി ചിത്രീകരിച്ച് അതിൽ നമ്മുടെ ജീവനെ ഇട്ട് പ്രകൃതിയിൽ കഴിഞ്ഞുകൂടുന്ന നമ്മൾ ഉത്താനപാദൻ. ഉത്കൃഷ്ടം. ഇതെല്ലാം തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് ഭാഗവത്തിലൂടെ കടന്നു പോയാൽ കാര്യങ്ങളെല്ലാം തന്നെ എളുപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് വേറൊരു ആൺകുട്ടിയുടെ പേരാണ് പ്രിയവ്രതൻ. പ്രിയവ്രതൻ എന്ന് പറയുന്ന വാക്കും വളരെ ശ്രദ്ധേയം. പ്രിയം വ്രതത്തിലാണ്. അനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളിലും ധർമ്മത്തിൻ്റെ ആ പ്രഭവസ്ഥാനമായിരിക്കുന്ന ആചാര അനുഷ്ഠാനങ്ങളിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആധ്യാത്മികമായിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ട് ഇരുട്ടിനെ കാംക്ഷിക്കാതെ വെളിച്ചത്തെ തന്നെ കാംക്ഷിച്ചുകൊണ്ടുള്ള ഒരു കഥാപാത്രമാണ് പ്രിയവ്രതൻ. ഉത്താനപാദന്റെ കടകവിരുദ്ധം ആയിട്ടുള്ളൊരവസ്ഥ. കടകവിരുദ്ധം ഇത്രമാത്രം ഈക്വലി അല്ലെങ്കിൽ ശരിക്കും ഓപ്പോസിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയേറെ വിരുദ്ധമായിട്ടുള്ളൊരു കഥാപാത്രത്തെയും ജനിപ്പിച്ചത് ഈ സ്വയംഭുമനു ശതരൂപ ദമ്പതികളാണ്. പ്രപഞ്ചത്തിൽ കടന്നു വന്നിരിക്കുന്ന ജീവന്മാര് ഉത്താനപാദന്മാരുമാകും പ്രിയവ്രതന്മാരുമാകും എന്ന്. ആഹൂതിയെ പോലെ ദേവഹൂതിയെ പോലെയാകും, ആഹൂതിയെ പോലെയാകും, അല്ലെങ്കിൽ പ്രസൂതിയെ പോലെയാകും. വ്യത്യസ്തങ്ങളാണ് ഈ 5. അപ്പോൾ എല്ലാ തരത്തിലും ജനിച്ചു വീണ ഈ മനുഷ്യ സമൂഹത്തിൽ ഓരോരുത്തരും എത്തരത്തിലുള്ളവരാണോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കഥാപാത്രങ്ങളെ വേദവ്യാസ് അദ്ദേഹത്തിൻ്റെ സൃഷ്ടി കൊണ്ട് സ്വയംഭുവനുവിനെ തുടർന്നിങ്ങനെ നമുക്ക് ഇട്ടു തന്നിരിക്കുകയാണ് ഭാഗവതത്തിൽ. ഇതര പുരാണങ്ങളിലും ഈ കഥാപാത്രങ്ങളെ കാണാം. അതെല്ലാം തന്നെ ചിന്തിച്ചുറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ശുഭേച്ഛ എന്ന് പറയുന്ന ആദ്യത്തെ സോപാനം കഴിഞ്ഞ് 2ാമത്തെ സോപാനത്തിലേക്ക് കടക്കുമ്പോൾ 2ാമത്തെ ദിവസം ശ്രേഷ്ഠമതിയായിരിക്കുന്ന കപിലാചാര്യനെ കാണുമ്പോൾ നാം പരമഹംസന്മാരുടെ പദവിയിലേക്ക് കടക്കാൻ പ്രേരിതരാകുകയാണ്. ശാസ്ത്രജ്ഞാനമാണ് ആവശ്യം. പൂർവികർ കണ്ടുപിടിച്ചിട്ടുള്ള ശാസ്ത്രം, അതിൻ്റെ അഭ്യാസം, അതിലൂടെ നേടേണ്ട നേട്ടങ്ങളെല്ലാം തന്നെ പ്രകീർത്തിക്കപ്പെടുന്ന ഒരു ദിവസമാണ് 2ാമത്തെ ദിവസം. അന്ന് ശ്രദ്ധാലുക്കളായിട്ട് നമ്മൾ കേൾക്കണം. അതുകൊണ്ട് അതിനൊരു വിചാരണ എന്ന് പേര് കിട്ടിയെന്ന്. അതിൻ്റെ നിർവചനം ഒന്നുകൂടി ശ്രദ്ധിക്കൂ. സാധുക്കൾ ചൊല്ലും ആത്മജ്ഞാനാദി ശാസ്ത്രാദിയെല്ലാം വേദിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുന്നത് വിചാരണ. ശുഭേച്ഛ വിചാരണ. ഇനി കപിലവാസുദേവന്റെ അവതാരത്തിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ട് സംഭവിച്ചത് ഞാൻ പറഞ്ഞു.
ഭക്തിയുടെ പാരമ്യത്തിൽ മാത്രമാണ് ഈശ്വര സൃഷ്ടി. പ്രയോഗിച്ച വാക്ക് ശ്രദ്ധിച്ചു നോക്കൂ, ഈശ്വര സൃഷ്ടി. സർഗവിസർഗ ലീലകളെല്ലാം തന്നെ ഭഗവാന്റേതാണെങ്കിൽ കൂടി ഭഗവാനെയും നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്നുണ്ട്. ഭഗവാന്റെ സൃഷ്ടി, ഈശ്വരന്റെ സൃഷ്ടി എന്ന് പറയുന്ന സൃഷ്ടജാലങ്ങൾ വീണ്ടും ഭഗവാൻ സൃഷ്ടിച്ചുകൊണ്ട് ഭഗവാനിലേക്ക് കടന്നു പോവുകയാണ്. വളരെ രസകരമായിരിക്കുന്ന ഒരു രീതി എന്ന് പറയാം. പ്രപഞ്ചമെല്ലാം തന്നെ ഉണ്ടായത് ഈശ്വരനിൽ നിന്ന്. ഈശ്വര ശരീരമാണ് ഈ കാണുന്ന സകല പ്രപഞ്ചത്തിൽ സകല സംഗതികളും എല്ലാം ഈശ്വരന്റെ ശരീരം. അപ്പോൾ ശരീരമില്ലാത്ത ഈശ്വരന് ശരീരം ഉണ്ടെങ്കിൽ എന്തായിരിക്കും? അതാണ് ഈ പ്രപഞ്ചം. ശരീരമില്ലാത്ത എനിക്ക് നിങ്ങൾക്ക് ശരീരം ഉണ്ടായാൽ എങ്ങനെ ഇരിക്കും? അപ്പോഴാണ് ഈ നാമരൂപങ്ങൾ. നായരായി നമ്പൂരിയായി അത്തരത്തിൽ ജാതി നാമാദികളെല്ലാം തന്നെ വന്നുകൂടുന്നത് ശരീരം എടുത്തപ്പോൾ, ശരീരമില്ലാത്ത എനിക്ക് ശരീരം ഉണ്ടായപ്പോൾ. അപ്പോൾ അതേ രീതിയിൽ നമ്മൾ ഈ പ്രകൃതിയെ വിശകലനം ചെയ്ത് പ്രകൃതിക്ക് അതീതമായിരിക്കുന്ന ഈശ്വരനിലേക്ക് എത്തിച്ചാലുള്ള വിദ്യ അവിടെയും ഇവിടെയുമായിട്ട് ഇങ്ങനെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഭാഗവത കഥാകോളങ്ങളിൽ വളരെ ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു അവതാരമാണ് അടുത്ത് കടന്നു വരുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് മുന്നോടിയായിട്ട് തന്നെ വേറെ ചില കാര്യങ്ങൾ കൂടി അവതരിപ്പിക്കാം. ദേവഹൂത്യബി, ദേവഹൂതിയുടെ പ്രത്യേകത പറഞ്ഞ ബുദ്ധിയാണ്. ഈശ്വരങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ബുദ്ധിയാണ്, സ്വാർത്ഥതയില്ലാത്ത. ഇതെല്ലാം തന്നെ ധനിക്ക് കെട്ടിപ്പിടിക്കണം അല്ലെങ്കിൽ വെട്ടിപ്പിടിക്കണം എന്നുള്ള ചിന്താഗതിയില്ലാതെ എല്ലാം ഈശ്വരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ഏതൊരു വ്യക്തിത്വമാണോ അതിന് ദേവഭൂതി എന്ന് പറയാം. ആണുപെണ്ണ് വ്യത്യാസമില്ലാതെ പറയാം. അതുകൊണ്ടാണ് ഭാര്യാഭർത്താക്കന്മാരെ ഭിന്നശരീരികളായിട്ട് കാണാതെ അവനവൻ്റെ ശരീരത്തിൽ തന്നെയുള്ള ജീവനും ബുദ്ധിയുമാണ് എന്ന് ഇപ്പോഴേ ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഭാഗവത കഥകളെല്ലാം തന്നെ വളരെ എളുപ്പമായിട്ട് തീരും മനസ്സിലാക്കാൻ. ഒന്നുകൂടി, ദേവഹൂത്യപി സന്ദേശം ഗൗരവേണ പ്രജാപതേ സമ്യക് ശ്രദ്ധായ പുരുഷം കൂടസ്ഥം അഭജദ്ഗുരും. ഇതിനു മുൻപുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് നോക്കാനിരിക്കുന്നു. പക്ഷേ ആ അവതാരം മാത്രം ഒന്ന് കടന്നിട്ട് വീണ്ടും ഒന്ന് ശ്രദ്ധ വെച്ച് പുലർത്തിക്കൊണ്ട് വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദേവഹൂത്യപി സന്ദേശം ഗൗരവേണ പ്രജാപതേ. ഈ കർദമ പ്രജാപതി എന്തെല്ലാമാണോ ഈ ദേവഹൂതിയോട് പറഞ്ഞത് അതെല്ലാം തന്നെ സശ്രദ്ധം കേട്ടു. ആ സന്ദേശമെല്ലാം തന്നെ ഉൾക്കൊണ്ടു. ഈ സന്ദർഭമായപ്പോഴേക്ക് ഇതിനു മുന്നത്തെ ആ രംഗങ്ങളിലെല്ലാം തന്നെ 9 പെൺകുട്ടികൾ ജനിച്ച കഥയെല്ലാം തന്നെ പറഞ്ഞു കഴിഞ്ഞു. പ്രകൃതിയുടെ സന്തതികളാണ് സ്ത്രീകളെന്ന് പറയുമ്പോൾ. അപ്പോൾ ആദ്യം പ്രകൃതിയാ ഉള്ളതൊക്കെ ഇനി പുരുഷനിലേക്കാണ്. ആ 2 വാക്കുകൾ മറക്കാതിരിക്കുക, പ്രകൃതി, പുരുഷൻ. അപ്പം ഈ പ്രകൃതി എന്ന് പറയുന്ന പുരുഷനിൽ നിന്നുണ്ടായത് അതിനെ നമ്മൾ സ്ത്രീ എന്നോ എന്ത് വേണമെങ്കിലും വിശേഷിപ്പിക്കാം. അത്തരത്തിലാണ് കൈകാര്യം ചെയ്യേണ്ടത്. അങ്ങനെയുള്ള പ്രകൃതിയുടെ പ്രതീകങ്ങളായിട്ടുള്ള 9 പെൺകുട്ടികൾ ഭക്തിയുടെ 9 മാർഗങ്ങളാണെന്ന് കൂടി നമ്മൾ ചിന്തിച്ചുറപ്പിച്ചു. ഏതായാലും അതെല്ലാം തന്നെ ആദ്യം ജനിച്ചു വീണു. പിന്നെ പ്രകൃതി കഴിഞ്ഞില്ലേ? അപ്പോൾ പ്രകൃതിയെ നമ്മൾ അതിജീവിച്ചാൽ ആരെ കിട്ടും? പുരുഷനെ കിട്ടും. ശരീരമെന്ന് പറയുന്ന പ്രകൃതിയെ നമ്മൾ തച്ചുടച്ച് അതിനെ അതിജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന പുരുഷൻ, പുരത്തിൽ ശയിക്കുന്നവൻ പുരുഷൻ. അപ്പം ഈ പുരത്തിൽ ശയിക്കുന്ന പുരുഷനെ കിട്ടണമെങ്കിൽ എന്ത് വേണം? ശരീരം ഉടയ്ക്കണം. ഇതെല്ലാം തന്നെ ഒടുവിലൊടുവിൽ വരുമ്പോൾ കുറച്ചുകൂടി വ്യക്തമാകും. ഭാഗവത അത്തരത്തിലാണ് നടന്ന് നീങ്ങുന്നത്, കടന്ന് കയറുന്നത്. അപ്പം അതേ രീതിയിൽ ശരീരം എന്ന് പറയുന്ന പ്രകൃതിയെ അതിജീവിക്കുകയാണ് ഈ 9 പെൺകുട്ടികളിലൂടെ. എന്നിട്ട് ആത്മസ്വരൂപമായിരിക്കുന്ന പുരുഷനെ കൂടസ്ഥം അഭജദ്ഗുരും, ഈ ദേവഹൂതി എന്ന് പറയുന്ന ബുദ്ധി അഥവാ ഈ ജീവന്റെ സന്തസഹചാരിണിയായിരിക്കുന്ന ഭാര്യ എന്ന് പറയുന്ന ബുദ്ധി സമ്യക് ശ്രദ്ധായ, വളരെ നല്ല ശ്രദ്ധ വച്ച് പുലർത്തിക്കൊണ്ട് പുരുഷം കൂടസ്ഥം അഭജദ്ഗുരും. കൂടസ്ഥൻ എന്ന് പറയുന്ന ശരീരാന്തർഗതം. കൂടം ശരീരം, ത്രികൂടം ശരീരം. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ കൂടി കൊള്ളുന്ന പുരത്തിൽ ശയിക്കുന്ന ആ പുരുഷനെ നല്ല ഭംഗിയായിട്ട് അദ്ദേഹം ഈ പറയുന്ന ദേവഹൂതി എന്ന് പറയുന്ന ഭാര്യ ബുദ്ധി ആ പുരുഷനെ ഭജിച്ചു. എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടം വരേക്ക് പറഞ്ഞതെന്നൊന്ന് ശ്രദ്ധിച്ചാൽ ഞാൻ പറഞ്ഞു തുടങ്ങിയ ആമുഖവും അടിസ്ഥാനവും ആ നല്ലപോലെ ഊട്ടി ഉറപ്പിച്ചാൽ ഈശ്വരനെ കിട്ടണമെന്ന ആഗ്രഹമുണ്ടോ എങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഭാഗവത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ പ്രസ്താവിച്ച് അടിത്തറവാകുകയാണ്. നേരത്തെ പറഞ്ഞ പരമഹംസ പദവി എളുപ്പമല്ല. അങ്ങനെ കയറി അങ്ങനെ ഓടിച്ചെന്ന് പിടിച്ചെടുക്കാമെന്നുള്ള വ്യാമോഹം വേണ്ട. പക്ഷേ ഈ പരമഹംസ പദവി അലങ്കരിക്കുന്ന, നമ്മൾ കാണാനിരിക്കുന്ന അല്ലെങ്കിൽ ജനിക്കാനിരിക്കുന്ന കപിലവാസുദേവനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് എങ്ങനെ അത് സംഭവിച്ചു. ഇതെല്ലാം തന്നെ മാറ്റങ്ങളെല്ലാം തന്നെ വരുന്നത് ഒരു വ്യക്തിയാണ്.
ആ വ്യക്തി മറ്റാരുമല്ല, അത് കർദമ പ്രജാപതിയാണ്. ദേവഹൂതി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ കൊണ്ടുവന്നിട്ടു എന്ന് മാത്രം. അത് ബുദ്ധിയാണെങ്കിൽ ഈ ദേവഹൂതി കർദമ പ്രജാപതിയിൽ നിന്ന് വ്യതിരിക്തമല്ല, വ്യത്യസ്തമല്ല. എൻ്റെ ബുദ്ധി എന്നിൽ നിന്ന് വ്യത്യസ്തമാണ്, ഞാനെന്ന് പറയുന്ന ജീവനിൽ നിന്ന് വ്യതിരിക്തമാണ്. അതേ രീതിയിൽ ചിന്തിക്കുമ്പോൾ രണ്ടും ഒന്നല്ലേ? അപ്പം ഈ ബുദ്ധി എന്ന് പറയുന്ന ദേവഹൂതിയും ഈ പറയുന്ന ജീവൻ എന്ന് പറയുന്ന കർദമ പ്രജാപതിയും ഒരേ ശരീരത്തിലുള്ള ആ രണ്ട് ഭാവങ്ങൾ അത് ഒന്നിൽ തന്നെ എന്ന് വരുമ്പോൾ രണ്ടായിട്ട് നിൽക്കുന്ന അവസ്ഥ അത് പ്രകൃതിജന്യമാണ്. ആ പ്രകൃതിയെ 9 പെൺകുട്ടികളിലൂടെ അതിജീവിച്ചു ഭക്തിയിലൂടെ പാരമ്യത്തിൽ എത്തിയപ്പോൾ 9 കുട്ടികൾ ജനിച്ചു കഴിഞ്ഞപ്പോൾ ഈ കാണുന്ന പ്രപഞ്ചത്തെയും പ്രകൃതിയും എല്ലാം തന്നെ തരണം ചെയ്തിട്ട് ഇരിക്കുന്ന ഒരവസ്ഥയിലാണ് ഭർത്താവായിരിക്കുന്ന കർദമ പ്രജാപതി അദ്ദേഹത്തിൻ്റെ ആ അറിവും അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യവും ഇതെല്ലാം തന്നെ വിശേഷേണ പ്രദർശിപ്പിച്ചുകൊണ്ട് ഭാര്യയ്ക്ക് ഉപദേശം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ദേവഹൂത്യപി സന്ദേശം ഗൗരവേണ പ്രജാപതേ സമ്യക് ശ്രദ്ധായ പുരുഷം കൂടസ്ഥം അഭജത് ഗുരും. കൂടസ്ഥം ശരീരത്തിൻ്റെ ഉള്ളിലുള്ളത്, പുരുഷൻ പുരത്തിൽ ശയിക്കുന്നത്, ഗുരു ശ്രേഷ്ഠമായ ശരീരാന്തർഗതമായിട്ടുള്ള ഈശ്വരൻ. ഗുരു വായു എന്നെല്ലാം തന്നെ പറയുമ്പോൾ ഗുരുവിനെ ജീവൻ എന്ന് തന്നെ കാണണമെന്ന് ഒരിക്കൽ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. ഗുരുവായൂർ എന്നുള്ള ആ വാക്ക് അത് അപഗ്രഥിച്ചുകൊണ്ട് ഗുരു എന്ന് പറഞ്ഞാൽ ജീവനാണ്, ഗുരു ബൃഹസ്പതിയാണ്. അപ്പോൾ ഗുരു ബൃഹസ്പതിയാണെങ്കിൽ വ്യാഴനാണെങ്കിൽ അദ്ദേഹത്തെ ജീവൻ എന്ന് കൂടി പറയും ഗുരു. അപ്പോൾ തൻ്റെ ശരീരാന്തർഗതമായിട്ടുള്ള പുരുഷനെ അത് ജീവനാണ്, അത് ഗുരുവാണ്. അപ്പോൾ എല്ലാ തരത്തിലും അങ്ങനെയുള്ള ഈശ്വരനെ ഭജിച്ചു ദേവഹൂതി. എപ്പോഴാണ് ചെയ്തത് എന്ന് കൂടി മറക്കരുത്. 9 പെൺകുട്ടികൾ ജനിച്ച് ഭക്തിയുടെ പാരമ്യത്തിലെത്തി ആ നവവിധ ശ്രേണികളുമെല്ലാം തന്നെ തരണം ചെയ്തിരിക്കുമ്പോഴാണ് കൂടസ്ഥനെ കണ്ടുമുട്ടുന്നത്. തൻ്റെ ശരീരാന്തർഗതമായിട്ടുള്ള ഈശ്വര സർവഭൂതാനാം ഹൃദയശേ അർജുന തിഷ്ഠതി എന്ന് പറയുന്ന ആ പ്രയോഗത്തിൽ ആ അടിസ്ഥാനപരമായിട്ടുള്ള തത്വത്തിലേക്ക് ഉള്ളിലേക്ക് കടന്ന് ഈ പറയുന്ന ഹൃദയാന്തർവാസിയായിരിക്കുന്ന ഈശ്വരനെ, പുരുഷനെ, ഗുരുവിനെ, ജീവനെ ഭജിച്ചു. ദേവഹൂത്യപി സന്ദേശം ഗൗരവേണ പ്രജാപതേ സമ്യക് ശ്രദ്ധായ പുരുഷം കൂടസ്ഥം അഭജത് ഗുരും. അടുത്ത ആ ശ്ലോകത്തില് തസ്യാം ബഹുധിതേ കാലേ, കുറെ കാലം അങ്ങനെ കഴിഞ്ഞു. അതായത് ഒരു പ്രത്യേക തപസ്സെന്ന് പറയാം, സാധന. അങ്ങനെ ഉപാസനയിൽ ഏർപ്പെട്ട് തൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന കൂടസ്ഥനായിട്ടുള്ള ഈശ്വരനെ അങ്ങനെ ധ്യാനിച്ചുകൊണ്ട് കുറെ കാലം കഴിഞ്ഞപ്പോൾ തസ്യാം ബഹുതിഥേ കാലേ ഭഗവാൻ മധുസൂദന, സാക്ഷാൽ വിഷ്ണു ഈശ്വരൻ എന്ന് മാത്രം. ആ ഈശ്വരൻ എന്ത് ചെയ്തു? കർദമം വീര്യം അപന്നോ. ഈ കർദമ പ്രജാപതിയുടെ വീര്യം, ആ വീര്യം എന്നുള്ള വാക്കിൽ തന്നെ ഒരു വീര്യമുണ്ട്. വീര്യം എന്ന് പറയുന്നത് രേതസ്, ഒരു പുരുഷന്റെ രേതസ്, സൃഷ്ടിയുടെ വൈഭവം എല്ലാം തന്നെ ഉൾക്കൊള്ളുന്ന ചൈതന്യവത്തായിട്ടുള്ള സംഗതി. ആ വീര്യം, കർദമ പ്രജാപതിയുടെ ആ വീര്യം, കാർദമം വീര്യമാപന്നോ ജജ്ഞേ. അവിടെ ജനിപ്പിക്കുന്ന ആരെയാണ്? അഗ്നിരിവ, അഗ്നിയെ പോലെ അവിടെ ജനിപ്പിക്കുകയാണ്. ഇവദാരുണി. നമ്മൾ സാധാരണ അരണിക്കോലുകളുടെ കാര്യം നേരത്തെ പറയാൻ കാരണം ഈ ശ്ലോകമാണ്. അപ്പൊ ഈ അരണിക്കോലിൽ അടങ്ങിയിരിക്കുന്ന അഗ്നിയെ പോലെ ഈ പറയുന്ന കാലം കുറെ അതിക്രമിച്ചപ്പോൾ ധ്യാനനിഷ്ഠയായിട്ട് യോഗനിഷ്ഠയായിട്ട് വർത്തിക്കുന്ന കർദമ പ്രജാപതിയുടെ പത്നി ദേവഹൂതി ജനിപ്പിച്ചു. ആരെ? അതാണ് ഈ പറയുന്ന സാക്ഷാൽ മധുസൂദനന്റെ അവതാരമായിട്ടുള്ള കപിലവാസുദേവനെ. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു അവതാരത്തിന്റെ മുന്നോടിയായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നിർവഹിച്ചത്. അങ്ങനെ ഒരു സന്തതി ഉണ്ടായാൽ അതിനെ അവതാരം എന്ന് പറയാം. അവതാരം എന്നു മാത്രമല്ല, അദ്ദേഹത്തെ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുന്നത് പരമഹംസൻ എന്നുകൂടിയാണ്. കപിലവാസുദേവൻ, വാസുദേവ ശബ്ദം ചേർത്തു. അപ്പോൾ കപിലനെ വാസുദേവൻ സാക്ഷാൽ വിഷ്ണുവിന്റെ അവതാരമായിട്ട് പറഞ്ഞത് മാത്രമല്ല, ആദ്യത്തെ പരമഹംസനായിട്ട് ഭാഗവതത്തിൽ കാണുകയാണ്. സത്യത്തിൽ യസ്മിൻ പാരമഹംസ്യമേകം അമലം ജ്ഞാനം പരം ഗീയതേ എന്ന് പറയുന്ന ഭാഗവതത്തിൽ പരമഹംസന്മാരെ പറ്റിയുള്ള പഠനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഈ പഠനം എന്തിനെന്ന് ചോദിച്ചാൽ നമ്മളും ഈ പറഞ്ഞ പരമഹംസന്മാരാകാൻ വേണ്ടിയിട്ട് പ്രേരണ, പ്രചോദനം. അപ്പോൾ നമുക്കെല്ലാവർക്കും തന്നെ നല്ലൊരു പ്രചോദനം കിട്ടിയിട്ട് നമ്മളെല്ലാവരും തന്നെ വെറും
ജീവന്മാരായിട്ട് ഇവിടെ നടക്കരുത്. നമ്മളെല്ലാവരും തന്നെ പരമംശന്മാരാകണം എന്ന ഒരു ചിന്ത ഇവിടെ കടത്തിക്കൊണ്ടുവരികയാണ്. ഇനി അതിനെപ്പറ്റി ഒന്നുകൂടി നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. ബ്രഹ്മമാം തന്നെ താനേ മറന്നത് അജ്ഞാനങ്ങൾ. ആദ്യത്തെ സോപാനം അജ്ഞാനത്തിൻ്റെത്, ആദ്യത്തെ അജ്ഞാനം തന്നെ. ഒന്നും അറിഞ്ഞുകൂടാതെ ആദ്യം നമ്മൾ തപ്പിത്തടഞ്ഞിരിക്കുന്ന ആദ്യത്തെ സോപാനം ഈശ്വരൻ താനാണെന്നുള്ള ബോധമില്ലായ്മ. പലവട്ടം ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് ഓർപ്പിക്കണം. കേട്ടുകൊണ്ടിരിക്കുന്നവരും പറയുന്ന ഞാനും എല്ലാം തന്നെ ബ്രഹ്മസ്വരൂപമാണ് എന്നുള്ള ബോധമില്ലായെങ്കിൽ നമ്മളെല്ലാവരും അജ്ഞാനികളാണ്. ഭാഗവതം പറയുന്ന ഞാനും ഭാഗവതം കേൾക്കുന്ന നിങ്ങളും അജ്ഞാനികളായിട്ടിരുന്നിട്ട് എന്തേ കാര്യം? അപ്പൊ ആദ്യത്തെ സോപാന അജ്ഞാനം ഇരുന്നോട്ടെ. ആദ്യ ഇരുട്ടിൽ തന്നെയാണ് നമ്മൾ ജനിച്ചത്. അത് കഴിഞ്ഞാൽ ബ്രഹ്മത്തെ കാണാനില്ല എന്നുള്ളത് ആവരണം ശൂന്യം. ഇങ്ങനെ ഓടി നടന്നിട്ട് ബ്രഹ്മത്തെ കാണാനില്ല, എങ്ങും കാണാനില്ല, ഇങ്ങനെ ആല പറഞ്ഞു നടക്കുന്നത് ആവരണം എന്ന് പറയുന്നത്. ആവരണം അജ്ഞാനത്തിന്റെ ഒരു മുഖമാണ്. ഇത് നല്ലപോലെ ഒന്ന് ഓടി ഉറപ്പിക്കണം. കാരണം ജയവിജയന്മാർ ജ്ഞാനവൈരാഗ്യങ്ങൾ ആയിരുന്നു. ജ്ഞാനവൈരാഗ്യങ്ങളായിരുന്ന ജയവിജയന്മാര് വൈകുണ്ഠത്തിന്റെ കാവൽക്കാരായിട്ട് നിൽക്കുമ്പോൾ ഭഗവാന്റെ പാർഷദന്മാര് അവർ ജ്ഞാനവൈരാഗ്യങ്ങളായതുകൊണ്ടാണ് ഭക്തിയുടെ മൂർത്തിമത്ഭാവമായിരിക്കുന്ന ഈശ്വരനും അവിടെ വർത്തിച്ചത്. ഭക്തിയുടെ ഉത്കടമായിരിക്കുന്ന ഒരു ഭാവത്തെ സൃഷ്ടിച്ചെടുക്കാൻ ജ്ഞാനവൈരാഗ്യങ്ങളും അതുപോലെ തത്തുല്യ പ്രഭാവത്തോടുകൂടി അവിടെ ഉണ്ടായിരിക്കണം. അതായിരുന്നു അവിടുത്തെ സ്ഥിതി. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ ഈ ജ്ഞാനവൈരാഗ്യങ്ങളായിരുന്ന ഈ ജയവിജയന്മാര് ജ്ഞാനത്തിന്റെ ആ രീതിയെല്ലാം തന്നെ വിട്ട് അജ്ഞാനത്തിന്റെ ഭാവത്തിലേക്ക് വന്നത് എന്തുകൊണ്ടാണ്? ഭേദബുദ്ധി വന്നതുകൊണ്ടാണ്. ആ ഭേദബുദ്ധി വന്നതുകൊണ്ട് ശനകാദികളെ തടഞ്ഞതുകൊണ്ട് അവർ ജ്ഞാനമെല്ലാം തന്നെ ചോർന്നു പോയിട്ട് അജ്ഞാനികളായിട്ട് മാറിയപ്പോൾ ഒരാൾ ആവരണമായി, മറ്റേയാൾ വിക്ഷേപമായി. എന്താ വിക്ഷേപം? ഞാനൊരു ജീവൻ എന്ന തോന്നൽ, ഞാൻ വെറൊരു ജീവൻ, അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ പേര് വിക്ഷേപം. അപ്പൊ ഈ ആവരണ വിക്ഷേപങ്ങൾ തന്നെയാണ് ജ്ഞാനവൈരാഗ്യങ്ങളുടെ മറുപുറം. ജ്ഞാനവൈരാഗ്യങ്ങൾ വരുമ്പോൾ ജ്ഞാനത്തിന്റെ ഉത്കടമായിരിക്കുന്ന അങ്ങേറ്റത്തെ ഒരു പ്രത്യേക ഭാവമാണ് ഭക്തിയാണെങ്കിൽ ഉജ്ജ്വലിക്കും. ഭക്തിയുടെ കഷ്ടസ്ഥിതിക്ക് കാരണം ജ്ഞാനവൈരാഗ്യങ്ങളുടെ ദീനതയായിരുന്നല്ലോ. അപ്പൊ അതേ രീതിയിൽ നമ്മൾ ഭക്തിജ്ഞാനങ്ങൾ വൈരാഗ്യത്തോടൊപ്പം അതെല്ലാം തന്നെ ഉജ്ജ്വലമായിട്ട് പ്രകാശിക്കണമെങ്കിൽ നമ്മളിൽ അജ്ഞാനം തീരെയില്ലാതെയാകണം. അജ്ഞാനമില്ലാതെയായി വരുമ്പോൾ ആവരണ വിക്ഷേപങ്ങളകന്നു പോകും. അപ്പോൾ ജ്ഞാനവൈരാഗ്യങ്ങൾ വീണ്ടും നമ്മളിലേക്ക് കടന്നു വരും. അപ്പൊ അജ്ഞാനത്തിന്റെ സ്ഥാനത്ത് ജ്ഞാനം വരും. ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങൾ എന്ന് പറയുന്ന പോലെ അജ്ഞാനം, ആവരണം, വിക്ഷേപം ഇത്യാദികൾ പോയിട്ടുണ്ടെങ്കിൽ നമ്മളും വാസ്തവത്തിൽ ഒരു പ്രകാശത്തിലേക്ക് കടക്കുന്നു, വിജ്ഞാനത്തിലേക്ക്. ആ വിജ്ഞാനത്തിന്റെ പ്രതീകമാണ് കപിലവാസുദേവൻ. അപ്പൊ ഈ കപിലവാസുദേവൻ സത്യത്തിൽ അവതരിച്ചു വരുന്നത് വിജ്ഞാനം പകർന്നു തരാൻ വേണ്ടിയിട്ട് സാഖ്യയോഗ ആചാര്യനായിട്ടും മറ്റുമാണ്. ജ്ഞാനം നമ്മളിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഭാഗവത്തിൽ തുടക്കത്തിലെ തന്നെ ഒരു യുക്തിബോധമോ യുക്തിഭാവമോ, യുക്തിവാദം ഇന്നത്തെ യുക്തിവാദമൊന്നുമല്ല, ഏതായാലും ഈ യുക്തിഭാവം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്കൃഷ്ടമായിട്ടുള്ള അവതാരത്തെ ആദ്യം ഇട്ടുതരികയാണ്. നമ്മളിലും നിത്യാനിത്യ വിവേകം വേണം എന്ന് ചുരുക്കം. നിത്യാനിത്യ വിവേകം എന്നുള്ള പദമാണ് നല്ലത്. സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ചാൽ ഉള്ള ഒരു കഴിവ്, അത്തരത്തിൽ വേർതിരിച്ചറിയാനുള്ളൊരു കഴിവ്, തിരിച്ചറിവ് ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു കഴിവ്, അത് ഉണ്ടാക്കിയെടുക്കാനുള്ള ജ്ഞാനോപദേശമാണ് ദേവഭൂതിക്ക് ഇനി ഈ കപിലവാസുദേവൻ നൽകാൻ പോകുന്നത്. അപ്പോൾ കപിലവാസുദേവന്റെ അവതാരത്തിൽ അടങ്ങിയിരിക്കുന്ന അതിനടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ പരിശോധിക്കുമ്പോൾ ലക്ഷ്യം ഒന്നേയുള്ളൂ. അമ്മ എന്ന് പറയുന്ന ആ ബുദ്ധിയെ, കർദമ പ്രജാപതി എന്ന് പറയുന്ന ജീവനെ, രണ്ടും ഒന്നിച്ച് ചിന്തിക്കണമല്ല. രണ്ടായിട്ട് ഇങ്ങനെ രണ്ടുപേരും രണ്ടിടത്തേക്ക് പോയി. കർദമ പ്രജാപതി കപിലവാസുദേവൻ ജനിച്ച ഉടനെ എൻ്റെ തപസ്സിന് പോയി. ഇനി ദേവഭൂതി ഉപദേശം കേട്ടിട്ട് അതും തപസ്സിന് പോയി. അങ്ങനെ മൂന്നായിട്ട് തിരിഞ്ഞു എന്നുള്ള ചിന്ത വന്നാൽ ഭാഗവതം മനസ്സിലാകില്ല. ഒരിക്കൽ കൂടി പറയണമാവോ? ജീവൻ എന്ന് പറയുന്ന നമ്മളെല്ലാവരും തന്നെ ഉൾക്കൊള്ളുന്ന ആ ഈശ്വര സ്വരൂപവും ബുദ്ധി എന്ന് പറയുന്ന നമ്മുടെ അവിഭാജ്യമായിരിക്കുന്ന ഘടകവും രണ്ടും രണ്ട് എന്ന് ചിന്തിച്ചാൽ അവിടെ ഈശ്വരൻ എന്ന് പറയുന്ന കപിലവാസുദേവൻ മൂന്നാമത് ഒന്ന് എന്ന് കരുതിയിട്ട് മൂന്ന് വഴിക്ക് പോയാൽ നമുക്ക് കിട്ടേണ്ടത് കിട്ടുകയില്ല എന്ന് ബോധ്യമായോ ആവോ? അപ്പൊ ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധി തന്നെ ദേവഭൂതി എന്ന് ഉറപ്പിച്ചുകൊണ്ടും നമ്മുടെ ജീവൻ തന്നെയാണ് ഈ പറയുന്ന കർദമ പ്രജാപതി എന്ന് ധരിച്ചുകൊണ്ടും കപിലവാസുദേവൻ അവർക്ക് ജനിക്കുന്ന ഒരു ഈശ്വര സ്വരൂപമായിട്ട് ചിന്തിച്ചുകൊണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മൂന്നും ഇഴുകിച്ചേർന്നിട്ട് ഒന്നാകും.
അല്ലാതെ കർത്തവ പ്രജാപതി വേറെ എങ്ങോട്ടേക്കോ തപസ്സിന് പോയി മകൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ അതേ നീ നോയിക്കോ മകനെ ഏൽപ്പിച്ചു അമ്മയുടെ ഭാരം എന്നൊക്കെയാണ് നമ്മൾ ഭാഗവത്തിലൂടെ കേൾക്കുന്നത്. അമ്മയുടെ ഭാരം, അപ്പൊ ബുദ്ധി എന്ന് പറയുന്ന ഭാര്യ ഇപ്പോൾ അമ്മയായിട്ട് മാറി. അമ്മയുടെ ഭാരമെല്ലാം തന്നെ ഭർത്താവ് ഉപേക്ഷിച്ചു. എന്നിട്ട് മകനെന്ന് പറയുന്ന കപിലവാസുദേവനെ ഏൽപ്പിച്ചു. ഇത് പ്രാപഞ്ചിക ധർമ്മങ്ങൾക്ക് കൊള്ളാം. പക്ഷേ പാരത്രികമായിരിക്കുന്ന ആധ്യാത്മികമായിട്ടുള്ള വിഷയത്തിൽ ഇത് നമുക്ക് ഒട്ടും ഗുണം ചെയ്യില്ല. ഇത് ഉറപ്പിച്ചിട്ട് വേണം അങ്ങോട്ട് കിടക്കാൻ വേണ്ടിയിട്ടെന്നാണ് ഞാൻ ഇതെല്ലാം തന്നെ പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നമ്മളെല്ലാവരും ജീവനും കൊണ്ട് കിടക്കുന്നത് ബുദ്ധി എന്ന് പറയുന്ന സവിശേഷമായിട്ടുള്ള ശക്തിവിശേഷത്തെ ഭാര്യയായിട്ട് സ്വീകരിച്ചുകൊണ്ട് ആ ബുദ്ധിയെ വേണ്ട രീതിയിൽ വിനിയോഗിച്ചുകൊണ്ട് ദേവഹൂതി എന്ന് പറയുമ്പോൾ ഈശ്വരാർപ്പണ ബുദ്ധി എന്ന് തന്നെ, വേറൊന്നും പ്രയോഗിക്കാനില്ല, ഈശ്വരാർപ്പണ ബുദ്ധി. അപ്പോൾ ജീവന് വേണ്ടത് ഈശ്വരാർപ്പണ ബുദ്ധിയാണ് എന്ന് വന്നു. അപ്പോൾ തമ്മിൽ വേർതിരിയാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ ഈശ്വരാർപ്പണ ബുദ്ധി വരുമ്പോൾ നമുക്ക് പ്രകൃതിയെ അതിജീവിച്ച് 9 പെൺകുട്ടികളൊക്കെ ഉണ്ട്. അത് പ്രാകൃതമായിരിക്കുന്ന ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയാം. അപ്പോൾ അതെല്ലാം തന്നെ കഴിഞ്ഞിട്ട് നമ്മൾ എത്തിച്ചേരുന്നത് കപിലവാസുദേവന്റെ അവതാരത്തിലാണ്, ഈശ്വര ദർശനത്തിലാണ്, സാക്ഷാത്കാരം. ഈ സാക്ഷാത്കാര പദവിയിലേക്ക് എത്തുമ്പോൾ ബുദ്ധിയുടെ ആ സ്ഥാനം ഒന്ന് നോക്കൂ. ആ ബുദ്ധിക്ക് ഈ കപിലവാസുദേവൻ ഉപദേശം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് കൊടുക്കുന്നത് എന്ന് ചിന്തിക്കരുത്, കർദമ പ്രജാപതിയുടെ ഭാര്യയ്ക്ക് എന്ന് ചിന്തിച്ചാൽ അതൊക്കെ വേറെ കൂറ് വന്നു. അതെല്ലാം തന്നെ വിട്ടിട്ട് ബുദ്ധിയെ ഒന്നുകൂടി ശക്തം ആക്കുന്ന രീതിയിലേക്ക് എത്തുകയാണ്. ശമതമശീലത്തിലൂടെ യമനിയമാദികളിലൂടെ ഈ യോഗ ആചാരങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ യോഗ അനുഷ്ഠാനങ്ങളെല്ലാം തന്നെ നിർവഹിച്ചുകൊണ്ട് ആ ബുദ്ധിക്ക് സവിശേഷമായിരിക്കുന്ന ഒരു ശക്തി സംജാതമാകുമ്പോൾ ഈശ്വരന്റെ ദർശനം കിട്ടുന്നു. എന്താ ഈ പറയുന്ന പതഞ്ജലിയുടെ യോഗസൂത്രത്തിൽ തുടങ്ങിയതെന്താ? അഥാ യോഗാനുശാസനം യോഗചിത്തവൃത്തി നിരോധ. അതെങ്ങനെ നിരോധിക്കണം? അഭ്യാസ വൈരാഗ്യഭ്യന്തൻ നിരോധ. അഭ്യാസം എന്താണ്? യമനിയമാസന എന്നെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് ആ അഷ്ടാംഗ യോഗം ഇതെല്ലാം തന്നെ പറഞ്ഞു കൊടുത്തിട്ട് എന്താ പറഞ്ഞത്? തഥാദൃഷ്ടസ്വരൂപാവസ്ഥാനം. അപ്പോൾ യോഗത്തിനൊരു ലക്ഷ്യമുണ്ട്. അത് ഭക്തി യോഗമായാലും ജ്ഞാനയോഗമായാലും കർമ്മയോഗമായാലും രാജയോഗമായാലും ഏതൊരു യോഗമായാലും യോഗത്തിന് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, യോഗം യോജിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. തഥാദൃഷ്ടസ്വരൂപേ അവസ്ഥാനം. അപ്പോൾ നമ്മുടെ ഈ സ്വരൂപം, ആത്മസ്വരൂപം, നമ്മൾ ആര് എന്നുള്ളൊരു ബോധ്യം, ആ ബോധതലം ഉണരാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണിത്. ഈ കഥയിലും അത് മാത്രമേ ഉള്ളൂ, വിട്ടുപോകരുതെന്ന്. നമ്മുടെ ഭാഗവത ഭക്തന്മാര് ഒരു തരത്തിലോ കഥയെല്ലാം തന്നെ പറഞ്ഞിട്ട് അത് കഴിച്ചു കൂട്ടി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതെല്ലാം തന്നെ മറന്നു. ആ രീതിയിലല്ല നമ്മൾ കർത്തവ പ്രജാപതിയെ പോലെയായി. നമ്മുടെ ജീവൻ വാസ്തവത്തിൽ നിയന്ത്രണമാണ്. കാരണം എന്താ? അത് അങ്ങോട്ടും ഇങ്ങോട്ടും പഞ്ചേന്ദ്രിയന്യമായിട്ടുള്ള വികാരങ്ങളുടെ പിന്നാലെ പോകുന്ന അവസ്ഥകളെല്ലാം തന്നെ മാറി. അതാണ് കർത്തവൻ. അങ്ങനെ കർത്തവനായി തീർന്ന നമ്മുടെ ജീവൻ ബുദ്ധി അപ്പോഴേക്കും ആരായി? ദേവഹൂതി എന്ന് പറയുന്ന ബുദ്ധി നമുക്ക് ലഭ്യമായി. മനു കൊണ്ടു കൊടുത്ത് വേളി കഴിപ്പിച്ചു കൊടുത്താണെന്നെല്ലാം പറയുമ്പോഴും അവിടെയെല്ലാം തന്നെ ബുദ്ധി എന്ന് പറയുന്നത് നമ്മളിൽ വിട്ടുപിരിയാത്ത അന്ധക്കരണ ചതുഷ്ടയത്തിൽ ഒന്നാണ്. അന്ധക്കരണ ചതുഷ്ടയത്തിലെ ബുദ്ധി എന്ന് പറയുന്ന മനസ്സ് തന്നെ പരിണമിച്ചുണ്ടായതാണ്. മനസ്സ് ചിത്തമാവുകയും ചിത്തം ബുദ്ധിയായി തീരുന്ന പോലെ. അപ്പോൾ എല്ലാ തരത്തിലും നമ്മളിൽ ഒരിക്കലും വേർവരിയാതെയിരിക്കുന്ന ബുദ്ധിയാണ് ഭാര്യ. ആ ബുദ്ധിയിൽ ജനിക്കുന്ന ഈശ്വരൻ, ആ ബുദ്ധിയിൽ ജനിക്കുന്ന ആദ്യ കാലഘട്ടത്തിലെ 9 പെൺകുട്ടികൾ, പ്രകൃതി, അതിൽ എല്ലാം തന്നെ കഴിഞ്ഞിട്ട് കിട്ടുന്ന ഈശ്വരൻ. അപ്പോൾ കുറെ തട്ടുകൾ ഇങ്ങനെ തരണം ചെയ്തിട്ട് വേണം ഈശ്വരനെ ലഭ്യമാക്കാൻ. കരതലാമലകം പോലെ എന്നൊക്കെ പറയും, ഈശ്വരൻ പ്രാപ്തവസ്തുവാണെന്നൊക്കെ പറയും. ഇതെല്ലാം തന്നെ പറയാൻ കൊള്ളാം. പ്രായോഗിക തലത്തിൽ വരുമ്പോൾ ഈശ്വരന്റെ ഉള്ളം കയ്യിലുണ്ട്. ശ്രീരാമശോരവസരം നരേന്ദ്രനോട് പറഞ്ഞ പോലെ ഇങ്ങനെ കൊണ്ടെടുക്കാം, നിനക്കും കാണാം, നിനക്കും കാണിച്ചു തരാം, നിന്നെ എല്ലാവർക്കും കാണാൻ പറ്റുന്നൊക്കെ ഇങ്ങനെ പറയുന്ന ആ പ്രയോഗമെല്ലാം തന്നെ എടുക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുന്നത് എങ്ങനെ സാധ്യമാകുമെന്ന്. കാരണം അത്രമാത്രം ദുഷ്കരം, ക്ലിഷ്ടസാധ്യം എന്ന മറ്റൊരു പ്രയോഗമാകാം. അപ്പോൾ എല്ലാ തരത്തിലും നമ്മൾ വളരെ ബുദ്ധിമുട്ടി കണ്ടുപിടിക്കേണ്ട ഈശ്വര സാക്ഷാത്കാരത്തിന് ഉതകുന്ന ഒരു കഥാഗോളമാണ് ഈ പറയുന്ന 2ാമത്തെ ദിവസം ആദ്യം നമ്മൾ വായിച്ച് സമർപ്പിക്കുന്ന വിചാരണ എന്ന് പറയുന്ന വേദിയിൽ 2ാമത്തെ സോപാനത്തിൽ കണ്ടുമുട്ടുന്ന സാക്ഷാൽ പരമഹംസനായിരിക്കുന്ന ഈ കപിലവാസുദേവൻ. ഞാൻ തന്നെയാണ്, നിങ്ങൾ തന്നെയാണ്, കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഞാനും തന്നെയാണ് ഈ കപിലവാസുദേവൻ. പരമഹംസനാണ്. പക്ഷെ എന്തു പറ്റി? ഈ പരമഹംസ പദവി നമ്മളിലുണ്ട്, അറിഞ്ഞില്ല, മറന്നുപോയി, അല്ലെങ്കിൽ മറഞ്ഞുപോയി.
മായയെ നമ്മൾ കുറ്റം പറഞ്ഞ് അതിനെ നമ്മൾ ഇങ്ങനെ അത് മായ കൊണ്ടുണ്ടായതിൻ്റെ കഠിന ചതിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ മായ ദുഷ്ട എന്നെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് ആരോപിക്കും. മറ്റുള്ളവരെ ആരോപിച്ചിട്ട് കാര്യമില്ല. എന്നിൽ നിന്ന് അന്യമായിട്ടൊരു മായയില്ല, എന്നിൽ നിന്ന് അന്യമായിട്ടൊരു ഈശ്വരനില്ല, എന്നിൽ നിന്ന് അന്യമായിട്ടൊരു ബുദ്ധിയില്ല, അന്ധക്കരണ ചതുഷ്ടയമില്ല, ഒരു പുരുഷനില്ല, ഒരു ജഗദ്ഗുരുവായിരിക്കുന്ന അല്ലെങ്കിൽ കൂടസ്ഥനായിരിക്കുന്ന പുരുഷൻ ഈശ്വരനില്ല. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ സാധകന്മാരൊരു കഥയാണ് ഈ അവതരിപ്പിക്കുന്ന മുഴുവൻ. ബ്രഹ്മദേവൻ സാധകനായിട്ട് ഇരുന്ന മൂക്കിലൂടെ നാസാവിവരാ എന്നല്ലേ അദ്ദേഹത്തിലും കാണുന്നത്. വരാഹതോകോ നിരകാ അങ്കുഷ്ടപരിമാണക, സാധനയിലൂടെ. അവിടെയും വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ ബുദ്ധി അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. അദ്ദേഹത്തിന്റെ ജീവൻ ആ പ്രാണൻ അല്ലെങ്കിൽ അയാളിൽ ഉൾക്കൊള്ളുന്നത് അതാണ് വാസ്തവത്തിൽ പുരുഷൻ. ആ ഉള്ളിൽ കൊള്ളുന്ന പുരുഷനെയാണ് പുറത്തേക്ക് എടുത്തത് വരാഹപൂർത്തിയായിട്ട്. കർദമ പ്രജാപതിയോ അതുപോലെ തന്നെ ധ്യാനനിഷ്ഠനായി യോഗനിഷ്ഠനായി യോഗാരൂഢനായി തപസ്വാധ്യായ നിരതനായി തൻ്റെ ബുദ്ധിയുടെ കൂർമ്മത അല്ലെങ്കിൽ അതിൻ്റെ വിചക്ഷണത ഇതെല്ലാം തന്നെ പ്രയോഗിച്ചുകൊണ്ട് ബുദ്ധിയിലൂടെ ഇങ്ങനെ 9 പെൺകുട്ടികളെ ജനിപ്പിച്ചതിന് ശേഷം പിന്നെ 10ാമത് ദാ ഈശ്വരൻ എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു കാണിക്കുന്ന ഒരു അവതാരം. മനസ്സിലാകുന്നുണ്ടോ? വരാഹാവതാരവും ഇതുമെല്ലാം തന്നെ കൂട്ടി വായിച്ചാൽ അതിൻ്റെ രീതിയെല്ലാം തന്നെ സ്പഷ്ടമാകും. വ്യത്യസ്ത അധ്യായങ്ങളിലൂടെ തൻ്റെ അമ്മയായിരിക്കുന്ന ദേവഹൂതിക്ക് ഉപദേശം കൊടുക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാമാണ്. കാരണം ഒരു പരമഹംസന് മാത്രം പ്രാപിക്കാവുന്ന ജ്ഞാനത്തിൻ്റെ സോപാനമാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണുന്ന പരമഹംസന്റെ പ്രത്യേകത അടുത്ത പരമഹംസന്മാരുടെ പരമ്പരയിലേക്ക് നമ്മളെ നയിക്കും തീർച്ച. രണ്ടാമത്തെ പരമഹംസൻ ഒരാളുണ്ട്, ജഡഭരതനാണ്. മൂന്നാമതൊരു പരമഹംസനുണ്ട്, പ്രഹ്ലാദനാണ്. നാലാമതൊരു പരമഹംസൻ ഭഗവാൻ തന്നെയാണ്. അഞ്ചാമത്തെ ഒരു പരമഹംസ ആ സാധ്വീരത്നം രുക്മിണിയാണ്. എവിടെ എത്തി? ആ ഈശ്വരനെ അല്ലാതെ മറ്റാരെയും പ്രാപിക്കുകയില്ല എന്നുള്ള നിർബന്ധ ബുദ്ധിക്ക് വിധേയായ രുക്മിണി ദേവി ദ്വാരകാവാസിയായിട്ടുള്ള കൃഷ്ണനെ പരംപുരുഷൻ എന്ന് പറയുന്ന പുരുഷൻ അകത്ത് ഉള്ള കൂടസ്ഥനായിരിക്കുന്ന ഈശ്വരനെ പ്രാപിച്ചു എന്ന് പരമഹംസ പദവി. 5ാമത്തെ ദിവസം നമ്മൾ ഈ 24 ഗുരുക്കന്മാരെയൊക്കെ പ്രതിപാദിക്കുന്ന ആ അവധൂതൻ മറ്റാരുമല്ലല്ലോ, ദക്ഷിണാമൂർത്തി എന്ന് പറയുന്ന ആ പരമ്പരയിൽപ്പെട്ട ദത്താത്രേയൻ എന്ന് പറയുന്ന ഗുരുവാണെന്ന് നമ്മൾ പഠിക്കുമ്പോൾ എത്ര ശ്രേഷ്ഠമായിട്ടുള്ളൊരു പദവിയിലേക്ക് അയാൾ ഉയർന്നു. നമ്മൾ സാധാരണക്കാര്, പ്രാപഞ്ചികന്മാര്, അല്ലെങ്കിൽ ഭാഗവതം കേട്ടിങ്ങനെ അനവധി വർഷക്കാലം കഴിച്ചു കൂട്ടുന്നവര്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു പരിണാമം വരണം എന്ന് അതിനെന്ത് വേണം? അപ്പോൾ സത്യത്തിൽ അവിടെയാണ് തുടക്കത്തിൽ ഇപ്പോൾ 10-35 ഈ എപ്പിസോഡായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഭാഗവത ഒരു സഭന്യായിട്ട് എടുക്കണം. ഭാഗവതത്തെ നമ്മൾ ഉപാസനയ്ക്ക് വിധേയമാക്കണം. ദ്വാദശാക്ഷരി ജപിച്ചേ മതിയാവൂ. ജപിച്ച് ഭാഗവത കഥകളെല്ലാം തന്നെ ഇങ്ങനെ ഉരുക്കഴിച്ച് മനനം ചെയ്ത് അതിലൂടെ ഇങ്ങനെ കടന്ന് ഒഴുകി നടന്ന് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിയുമ്പോൾ നമ്മളിലേക്ക് കടന്നു വരും ഈശ്വരൻ. വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഹിന്ദുക്കളുടെ സനാതനമായിരിക്കുന്ന ധർമ്മത്തിന്റെ ഈ പ്രത്യേകത മറ്റുള്ളവർ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് കളിയാക്കുക, വൃത്തികേടുകൾ പറഞ്ഞുണ്ടാക്കുക. കഷ്ടം തോന്നും. ഇത് പഠിക്കാനുള്ള വ്യഗ്രത നമ്മുടെ ഇടയിൽ തന്നെ ഇല്ല. മറ്റുള്ളവരാണെങ്കിൽ അപഹസിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ കഥകളെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് നമ്മളെ കളിയാക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതെല്ലാം തന്നെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രയത്നം. ശിവോഹം എന്ന് പറയുന്ന ഈ വേദിയിലിരുന്നുകൊണ്ട് ഭാഗവതത്തെ നമ്മുടെ അറിവിന്റെ പരമാവധി ഉപയോഗിച്ചുകൊണ്ടും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടും ഗുരുക്കന്മാരുടെ കൃപ കൊണ്ടും നമ്മളിങ്ങനെ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രായോഗികമാക്കണം. അങ്ങനെ ആക്കി വരുമ്പോൾ നമ്മളെല്ലാവരും കർത്തവന്മാരായി. നമ്മളെല്ലാവരും ദേവഹൂതിയെ വിട്ടു. ദേവഹൂതി എന്ന് പറയുന്ന ബുദ്ധി, ജീവൻ എന്ന് പറയുന്ന കർത്തവ പ്രജാപതിയായ ഞാനും നമ്മൾ രണ്ടുപേരും കൂടി നിതാന്തമായിട്ട് ഇങ്ങനെ സന്തത സഹചാരികളായിട്ട് ഈശ്വര സേവയിലൂടെ കടന്നുപോയപ്പോൾ 9 പെൺകുട്ടികളുടെ ജന്മം അത്തരത്തിൽ പ്രകൃതിയെ അതിജീവിച്ചു. ഭക്തിയുടെ പാരമ്യത്തിലെത്തി. ആത്മസമർപ്പണം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ നമ്മുടെ ജീവാത്മാവെന്ന് പറയുന്ന ജീവൻ സമർപ്പിക്കപ്പെട്ടു പരമാത്മാവിലേക്ക്. ജീവാത്മാ പരമാത്മാ ഐക്യമായി. അതും ഭാഗവതത്തിന്റെ പ്രമേയമാണ്. ഭാഗവതത്തിൽ ഒരേ ഒരു പ്രമേയം മാത്രമേ ഉള്ളൂ, ജീവബ്രഹ്മ ഐക്യം. കല്യാണം കഴിക്കാത്ത കുട്ടികളുടെ കല്യാണം നടത്തി കൊടുക്കലും കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടായി അതിനുവേണ്ടിയുള്ള പ്രയത്നിക്കലും പ്രാർത്ഥിക്കലും ഒക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വന്ന പ്രാകൃതം എന്നേ പറയാൻ നിവൃത്തിയുള്ളൂ. സത്യത്തിൽ ഇതൊന്നും വേണ്ടിയിട്ടല്ല ഈ ഭാഗവതം. പരീക്ഷിത്താണ്
ഇതാദ്യമായിട്ട് കേൾക്കുന്നത്. സുഖബ്രഹ്മമാണ് ഇതാദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ അവതീർണമായിരിക്കുന്ന ഭാഗവതം എന്ന് പറയുന്ന ഈശ്വര സ്വരൂപം, ആ ഈശ്വര സ്വരൂപത്തെ നമ്മൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്താൽ ഈ കപിലവാസുദേവൻ എന്ന് പറയുന്ന ഈശ്വരാവതാരത്തെയും നമുക്ക് ഭംഗിയായിട്ട് പഠിക്കാൻ കഴിയും. നോക്കൂ, ദേവഹൂത്യപി സന്ദേശം ഗൗരവേണ പ്രജാപതേ സമ്യക് ശ്രദ്ധായ പുരുഷം കൂടസ്ഥം അഭജദ്ഗുരും. ആ വാക്കുകളൊക്കെ അക്കമിട്ട് ഉറപ്പിക്കണം. വളരെ ശ്രദ്ധയോടുകൂടി. സമ്യക് ശ്രദ്ധായ പുരുഷം, ഉള്ളിൽ കുടികൊള്ളുന്ന ഈശ്വരൻ പുരുഷൻ, കൂടസ്ഥം ശരീരാന്തർഗതമായത്, അഭജത് ഭജിച്ചു, ഗുരും. ആ ഗുരുശബ്ദത്തെയാണ് വീണ്ടും വളരെ ഗൗരവമുള്ളതാണ് ഈ ജീവന്റെ ആ അവസ്ഥ. വളരെ ഗൗരവമുള്ള ജീവൻ. ബൃഹസ്പതിക്ക് മറ്റൊരു പര്യായ പദമാണല്ലോ. പലവട്ടം നിങ്ങളത് ഉറപ്പിക്കണം. ഗുരു ജീവൻ, കൂടസ്ഥൻ പുരുഷൻ. അപ്പൊ അതിനെയാണ് ഭജിക്കുന്നത്. അപ്പൊ ആരെയാ ഭജിക്കുന്നത്? വിഗ്രഹം വെച്ച് പൂജിക്കുമ്പോഴും ബാഹ്യമായിട്ടുള്ള ഈശ്വര വിഗ്രഹത്തെ ഉറ്റുനോക്കിക്കൊണ്ട് നമ്മൾ പൂജാതി കാര്യങ്ങൾ ചെയ്യുമ്പോഴും അന്തർഗതമായിട്ട് വരാൻ യാതൊരു മടിയും കാണിക്കരുതേ. തന്നിൽ അന്തസ്ഥിതരായിരിക്കുന്ന പുരുഷനെ വിട്ടിട്ടൊരു ഈശ്വര സേവ അരുതേ. അതിനുവേണ്ടി ഉപാധികളായിട്ടോ ബാഹ്യ ഉപാധികളായിട്ടോ അതെല്ലാം നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ആ ഈശ്വരനെ സേവിക്കലാണ് ഉപാസന. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ് ഈ നടത്തുന്ന മുഴുവൻ. ശുഭേച്ഛ എന്ന് പറയുന്ന ആദ്യത്തെ സോപാനം കഴിഞ്ഞ് വിചാരണ എന്ന് പറയുന്ന രണ്ടാമത്തെ സോപാനത്തിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ഈ വാസുദേവന്റെ അവതാരം ഇങ്ങനെ ശ്രമിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അടുത്ത 1 മണിക്കൂർ കൊണ്ട് കുറച്ച് നമുക്ക് ശ്രദ്ധിക്കാനും ശ്രമിക്കാനും നോക്കാം. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വിട്ടുപോകരുത്. നമ്മൾ അതായി മാറുക, അതായി തീരുക. പലപ്പോഴും നമ്മൾ കാണുന്ന രീതിയിൽ നമ്മൾ ഓരോരോ വേഷം കെട്ടുന്നത് വേഷം കെട്ടാകാതെ ആ വേഷമെല്ലാം തന്നെ നമ്മുടെ പരിവേഷമായിട്ട് വന്നാൽ, ആ വാക്ക് ശ്രദ്ധിച്ചോ ആവോ, വേഷം കെട്ടുമ്പോഴും ആ വേഷങ്ങളെല്ലാം തന്നെ നമ്മുടെ പരിവേഷമായി മാറിക്കഴിഞ്ഞാൽ ഒരു സ്വയം പ്രത്യായനം, ഒരു ഓട്ടോ സജഷനിലൂടെ നമുക്ക് മനസ്സിനും ബുദ്ധിക്കും മാറ്റം വന്ന് നമ്മൾ അതായി തീരും. തത്വമസി എന്ന് പറയുന്ന മഹാവാക്യത്തിൽ അന്തർഗതമായിരിക്കുന്ന ഈശ്വരതത്വത്തെ, അത് എന്ന് പറയുന്ന പരമാത്മതത്വത്തെ സാക്ഷാത്കരിക്കുന്ന ജീവന്റെ ആ ഗതിയിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ പ്രഖ്യാപിക്കും, അഹം ബ്രഹ്മ പരംധാമ ബ്രഹ്മാഹം പരമം പദം. ആ അവസ്ഥയിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു അവതാര സ്വരൂപനാണ്, അവതാര പുരുഷനാണ്. വളരെ ശ്രദ്ധേയനായിരിക്കുന്ന കപിലവാസുദേവൻ അദ്ദേഹത്തിൻ്റെ ഉപദേശം, ദേവഹൂതിക്ക് കൊടുക്കുന്ന ഉപദേശം ഒന്നുകൂടി ശ്രദ്ധിക്കാൻ നമുക്ക്. ദേവഹൂതി ബുദ്ധിയാണ്. ഇത് ബുദ്ധിക്ക് നൽകുന്ന ഉപദേശമാണ്. നമ്മളുടെ ബുദ്ധി വിചക്ഷണമായിരിക്കണം. അത് വിലക്ഷണമാകരുത്, അത് വികൃതമാകരുത്. സുഹൃതത്തിലേക്ക് നയിക്കുന്ന വിചാരധാരയുടെ ഒരു വേദിയായിട്ടത് മാറണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണം നമുക്ക് ഇവിടെ സമർപ്പിക്കാൻ. കപില വാസുദേവൻ എന്ന് പറയുന്ന സാക്ഷാൽ ജഗദ്ഗുരു ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അവതാരസ്വരൂപം അത് നല്ല പോലെ മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്ക് ധ്യാനിച്ചുകൊണ്ട് തന്നെ ഈ ദേവഹൂതി കപില സംവാദം എന്ന് പറയുന്ന കപിലേയം അതിനകത്തേക്ക് അടുത്ത ദിവസം കടക്കാൻ ഭഗവാൻ അനുവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം. ഓം സഖനാവവതു സഖനോ ഭുനക്തു സഖ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി.